ഹലോ. ഹലോ. പറഞ്ഞോളൂ, ആരാണ്? ആഹാ. ഹലോ. പേര് പറയൂ. പേര് പറയാൻ കുറച്ച് പ്രശ്നമുണ്ട്. വിശ്വാസിയാ? വിശ്വാസമല്ല. എക്സ് മുസ്ലിമാ? എക്സ് മുസ്ലിം ആണ്. പക്ഷെ ആരിഫിനെ എനിക്ക് അങ്ങനെ അറിയില്ലായിരുന്നു. ഞാന് അതിന്റെ ഇടയിൽ പേര് പറഞ്ഞു പോകുന്ന എനിക്കറിയില്ല. പേര് പറയാതിരിക്കാൻ പരമാവധി ശ്രമിക്കുക. ലൈവാണ്. പ്രശ്നമുണ്ടെങ്കിൽ. അതെ അതെ. അത് പ്രശ്നം. വീട്ടിൽ നിന്ന് ഉമ്മ പുറത്താക്കിയ എക്സ് മുസ്ലിം ആണോ? അല്ലേ? അതെ. ഉമ്മ പുറത്താക്കിയ എക്സ് മുസ്ലിം? ഉമ്മ പുറത്താക്കിയതല്ല, അതിന്റെ ഒരു കുറച്ച് വ്യത്യാസമുണ്ട്. ഞാനും വൈഫും മക്കളും ഇപ്പം റെന്റിന് പുറത്താ താമസിക്കുന്നത്. അത് ഇതിന്റെ പേരിൽ മാത്രല്ല, ഇവര് ഭയങ്കര മുസ്ലിം അല്ല, ഇവര് ഖുറാനിസ്റ്റുകളാ എന്റെ വീട്ടിലുള്ള എല്ലാവരും. അപ്പം ഇവിടെ ഇപ്പൊ നിങ്ങൾ ഇതിൽ പറയുന്നവരെ ഞാൻ വിചാരിക്കും ഈ എന്റെ വീടിന്റെ ഇങ്ങോട്ടുള്ള ഏരിയയിലെ കണ്ണൂർ ഏരിയയിലാണ്. കണ്ണൂരാണ് എന്റെ. അപ്പൊ കണ്ണൂർ ഏരിയയിൽ വളരെ കൂടുതലാ. ഇപ്പം തന്നെ ഇന്നലെ പോലും എന്റെ ഉമ്മ ഖുറാനിസ്റ്റാണ്. ഇപ്പൊ ഇന്നലെ പോലും ഉമ്മന്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഒരു ലൈഫിൽ ആദ്യമായിട്ടാണ് ഉമ്മ അങ്ങനെ ഒരു സ്റ്റേജിൽ കയറിയത്, ഒരു ഒപ്പനക്ക് വേണ്ടിയിട്ട്. അതുപോലും അത് ഉമ്മ ഒരു ഖുറാനിസ്റ്റ് ആയതുകൊണ്ട് ഇപ്പഴാണ് ഉമ്മ പർദ്ദയെല്ലാം ഒഴിവാക്കി എന്റെ ഉമ്മ സാധാ ചുരിദാർ മാത്രമായി. ഇപ്പൊ പണ്ട് ഭയങ്കര മുജാഹിദിന്റെ പ്രവർത്തകരായിരുന്നു ഞാനും എന്റെ ഉപ്പയും എല്ലാരും. അപ്പം ആ സമയത്ത് പർദ്ദയിലിട്ടിരുന്ന ഒരാളെ ഇത്രയും ഏജ് ആയ സമയത്ത് പർദ്ദയെല്ലാം ഒഴിവാക്കി. അതിന്റെ പേരിൽ തന്നെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാല് എന്റെ വീട്ടിൽ ബാക്കി എല്ലാവരും ജമാഅത്തിന്റെ ആൾക്കാർ, അവരെന്തോ സ്വർഗം ബുക്ക് ചെയ്ത ആൾക്കാരെ പോലെയല്ലേ സംസാരിക്കാൻ. മുജാഹിദും ഉണ്ട്, നമ്മളിപ്പോഴും മുജാഹിദും. അപ്പൊ ഞാൻ എന്റെ ചെറുതിലെ കണ്ടു വളരുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഇവര് തമ്മിലുള്ള ഫൈറ്റിംഗ് ആണ്. ജമാഅത്തും ജയ്ദുമ്മാന്റെ അന്യത്തിന്റെ അവരെല്ലാം ജമാഅത്തും എന്റെ ഫാദർ ഇവരെല്ലാം ഭയങ്കര മുജാഹിദിന്റെ പ്രവർത്തനത്തിലോ. അപ്പം ഇപ്പൊ നമ്മളെ വീട്ടിൽ നിന്ന് ഇപ്പൊ എന്റെ വൈഫ് തന്നെ നമുക്ക് ഇവിടെ നിൽക്കണേ പോലും ഇപ്പൊ ഫാമിലിയിൽ ഒരു പരിപാടിക്ക് പോകുമ്പോ ഞാനിങ്ങനെ പറയും, ഇപ്പം കുറെ ആൾക്കാർ മുഖമൊക്കെ കവർ ചെയ്തിട്ടുള്ള ലെവലിലേക്ക് വന്നല്ലോ. അപ്പൊ അത് വൈഫിനോട് ഇങ്ങനെ തട്ടയിടാണ്ട് ആദ്യം ഫുള്ളായിട്ട് തട്ടയിടാത്ത വേണ്ടിയെല്ലാം ഭയങ്കര പ്രശ്നമാണ്. ഇവരത് നമ്മളെ അടുത്ത് നന്നായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞില്ല, ഇതിലിപ്പം ഞാൻ പോലും എനിക്കൊരു 7ാം ക്ലാസ്സിൽ ആയ സമയത്ത് തന്നെ എനിക്ക് നബിനോട് ഭയങ്കര അങ്ങേയറ്റത് ഇഷ്ടം പോയിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയാന്ന് വെച്ചാൽ അത്തയാത്തുവിന്റെ അർത്ഥം പഠിച്ച സമയത്താണ് എനിക്കത് പോയത്. അതെങ്ങനെ വെച്ചാൽ ലാസ്റ്റുള്ള സലാത്തില്ലേ, അപ്പൊ അത് നബിനെ കുറിച്ചിട്ടാ പറയുന്നത്. ഇപ്പൊ ഇവര് പറയുന്ന ഒരു തെറ്റും ചെയ്യാത്ത നബി, അപ്പം അങ്ങനെ തെറ്റും ചെയ്യാത്ത നബി. ഞാൻ നിസ്കാരത്തിന്റെ എല്ലാ അർത്ഥങ്ങളും ഞാൻ പഠിച്ചു. അത് ലാസ്റ്റത്തെ സലാത്തില്ലേ, എനിക്ക് ഇപ്പൊ ഞാൻ കുറെ ആയിട്ട് ഇതിലായിട്ട് ടച്ച് ഇല്ല. ഞാനിപ്പോ ആരിഫിനെ വിളിക്കാൻ തന്നെ കാരണം എനിക്ക് ആരിഫിനെ അങ്ങനെ അറിയില്ല. അപ്പൊ ഞാൻ എതിർക്കും, എന്റെ സർവൈവലിന് വേണ്ടിയിട്ടാണ് ഞാൻ എതിർക്കുന്നത്. അപ്പം എന്നോട് പറഞ്ഞ അടിച്ചമർത്തുന്ന രീതിയിൽ സംസാരിക്കും. ചെറുതിൽ ഇപ്പൊ ഇത്രയും ശ്വാസം മുട്ടിനാണ് ഞാൻ ഇത്രയും കാലം ജീവിച്ചത്. എന്റെ ലൈഫ് എല്ലാം ഇതിന്റെ പേരിൽ, ഇസ്ലാം എന്ന് പറയുന്ന ഒരു സാധനത്തിന്റെ പേരിലാണ് ഇത്രയും അങ്ങനത്തെ ലൈഫിൽ ഇമോഷണലി തന്നെ മാറും. എന്ന് വെച്ചാൽ അത്ര മാത്രം എന്നെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. അപ്പോ ഞാൻ ആരിഫിനെ അറിയുന്ന തന്നെ എങ്ങനെയാ വെച്ചാല് ഞാൻ എന്റെ സർവൈവലിന് വേണ്ടി പറയുന്ന കാര്യങ്ങൾ ഉണ്ടാവും, ഇതിലുള്ള സത്യങ്ങളാണ് പറയുന്നത്. അപ്പൊ അത് പറയുമ്പോൾ ഞാൻ ചോദ്യങ്ങൾ ചോദിക്കുന്ന നേരം ഇവര് പറയും യു സൗണ്ട് ലൈക്ക് ആരിഫ്. ഒരു ദിവസം പറഞ്ഞു, അപ്പൊ നീ അവന്റെ പരിപാടിയെല്ലാം കാണുന്നുണ്ടാവുമായിരിക്കും. അപ്പൊ എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളാ ചോദിക്കല്. ഇപ്പൊ ഇടയ്ക്ക് ഒരു മാതാവ് ഇപ്പം ഇത് ചെയ്തില്ലേ, എന്താ കുട്ടി ICUസിൽ പോയി എന്ന് പറഞ്ഞിട്ട് കുട്ടിനെ വീട്ടിൽ നിന്ന് എനിക്ക് അവന്റെ ശവം പോലും കാണണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു, ഏതാണ് ഈ കുറച്ചു മുമ്പ് അങ്ങനെ ഒന്നും ഉണ്ടായില്ല, ICUസിൽ പോയ ഒരു മലയാളിന്റെ മാതാവ് എന്റെ മയ്യത്ത് പോലും കാണണ്ടെന്നൊക്കെ ഇവരിങ്ങനെ ഭയങ്കര പ്രൗഡായിട്ട് ഈ മുജാഹിദുകാരും വീട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ ചർച്ച വരുന്ന സമയത്ത് ഞാൻ ചോദിച്ചു, ആ മാതാവ് ഇസ്ലാം എന്ന് പുറത്തല്ലേ? ആക്ച്വലി എന്നുവെച്ചാ തീവ്രവാദത്തിൽ പോയ കുട്ടീനെ വീട്ടിൽ നിന്ന് പുറത്തിറക്കിയ മാതാവ് ശരിക്കും ഇസ്ലാം എന്ന് പുറത്തല്ലേ? കാരണം എന്നുവെച്ചാൽ അത് ശരിക്കും ഇസ്ലാമിലെ കാര്യമല്ല അയാള് ചെയ്യുന്നത്. ഇല്ല. അപ്പൊ അങ്ങനത്തെ കാര്യം ഞാൻ പറഞ്ഞത് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഞാൻ അറിയാണ്ട് ചോദിക്കും. അതുപോലത്തെ ചോദ്യം വരുന്ന നേരം ഈ അടുത്തല്ല ഒരു 3 മാസം മുമ്പ് അങ്ങനെ എന്തോ ആരിഫിന്റെ കാര്യം പറഞ്ഞു. യു സൗണ്ട് ലൈക്ക് ആരിഫ്. നീ അവന്റെ കാര്യങ്ങളിൽ വന്നിട്ടായിരിക്കും ഇങ്ങനെയൊക്കെ പറയുന്നത്. അത് മുതൽ ഞാൻ വീഡിയോ കാണാൻ തുടങ്ങി. അത് ശരി. എന്നിട്ട് എന്താ?
അതന്നെ ഞാൻ അപ്പം ഞാൻ ഇതിനെ വേണ്ടിയിട്ട് തീരെ അത് ടൈം ഇനി സ്പെൻഡ് ചെയ്യൂലെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്റെ വീട്ടിൽ നിന്ന് പെട്ടെന്ന് മുജാഹിദ് നിന്ന് ഖുറാനിസ്റ്റ് ആയ സമയത്ത് തന്നെ ഭയങ്കര പ്രശ്നമായിരുന്നു. എന്റെ കല്യാണം അടക്കം ഒരു എന്താ പറയാ, എന്റെ ഇളമന്റെ ഭർത്താവ് ഇവരെല്ലാം ഭയങ്കര ജമാഅത്തിന്റെ ആൾക്കാരാ. അപ്പൊ ചെയ്യാൻ പറ്റുന്നതൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. ബുദ്ധിമുട്ടിക്കാൻ പറ്റുന്ന എന്തെല്ലാം ലെവലിൽ നമ്മളെ കല്യാണം മുടക്കാൻ പറ്റുമോ അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് ചെയ്തിട്ടുണ്ട്. കല്യാണം മുടക്കാൻ നോക്കി. മുജാഹിദുകളല്ല, ജമാഅത്തുകാർ. അവരൊരു രീതി നമുക്ക് മനസ്സിലാന്ന് വെച്ചാൽ നമ്മളെ കൂടെ നിൽക്കുന്ന ആളായിട്ട് നമ്മളെ വെൽവിഷറെ പോലെ നമ്മളെ കൂടെ നിൽക്കും. അപ്പൊ നമ്മള് സർപ്രൈസ് ആണെന്ന് വെച്ചാൽ ആ കാര്യം അവിടെ എത്തിച്ചിട്ടുള്ളത്, നമ്മളുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും എടുത്തിട്ട് അങ്ങ് എത്തിച്ചിട്ടുള്ളത് അവരെന്നെയാണ്. എന്റെ വീട്ടിൽ നിന്ന് ചകനൂർ മൗലവിന്റെ ഒരു പുസ്തകം ഉണ്ടായിരുന്നു അന്നേരം. ആ പുസ്തകം ഒരു ബ്ലൂ ബുക്കായിട്ട് നമ്മളുണ്ടാവൂലേ മറ്റേ സെക്സിന്റെ ബുക്സ് എല്ലാം എടുത്തിട്ട് പോകുന്ന പോലെ അരയില് കാണാണ്ട് ഒളിപ്പിച്ചിട്ട് വെച്ചിട്ട് എന്റെ വൈഫ് ഹൗസ് ഇപ്പൊ എന്നെ ഉറപ്പിച്ച വീട്ടിലേക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ട് ഇയാൾ കല്യാണം മുടക്കാന്. അല്ല ഞാൻ ചോദിക്കണത്, സാധാരണ ഈ ജമാഅത്ത് ഇസ്ലാമിക്കാരെന്ന് പറഞ്ഞാൽ അവര് ഭയങ്കര മാന്യന്മാരായിട്ടല്ലേ നിക്കാറ്? ഭയങ്കര മാന്യന്മാരായി ഇപ്പോഴും. അതാ ഞാൻ പറഞ്ഞത്, ഇന്നലെ ഉമ്മാന്റെ ഡാൻസിന്റെ കാര്യം നമ്മളെ ഒരു ഗ്രൂപ്പിൽ ഇട്ടുതരാം. എത്രത്തോളം അതിനെ അവോയ്ഡ് അങ്ങനത്തെ രീതിയിലാണ് റെസ്പോൺസ് വരുന്നത്. ഒരിക്കലും ചിന്തിക്കുന്നില്ല. ഒരു ഏജായ ആള്, പേരക്കുട്ടികൾ വരെ ഉള്ള ഒരു വ്യക്തി ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു സ്പോർട്സിന്റെ ഒരു പ്രോഗ്രാമിന് കയറിയത്. ഉമ്മ നിഷ്കളങ്കമായിട്ട് ചെറിയ കുട്ടിനെ പോലെയാണ് ഞാൻ പോയിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ ഞാൻ നന്നായിട്ട് കളിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത്. എനിക്ക് ഭയങ്കര സന്തോഷം. എന്ന് വെച്ചാൽ നമ്മൾ 6 മക്കളെ നോക്കിയിട്ടുള്ള ഒരു വ്യക്തി ആദ്യമായിട്ടാണ് ഇപ്പം കുറച്ചൊന്ന് ഫ്രീ ആയിട്ട് ഇങ്ങനെ കാണുന്നത്. ഫ്രീ ആയി, വളരെ ഫ്രീ ആയി. ഞാൻ എന്റെ ഉമ്മാനെ ആദ്യമായിട്ട്, അല്ലെങ്കിൽ ഞാനിങ്ങനെ എന്താ പറയാ കൃഷിയുടെ ആയിട്ടാണ് കണ്ടിട്ടുള്ളത്. ഞാനിപ്പോ നോക്കുമ്പോൾ പ്രഗ്നന്റാ. അപ്പം പണ്ടത്തെ ആയതിൽ അങ്ങനെയാണല്ലോ. അപ്പം ഞാൻ പറയാ ഏജ് ഡിഫറൻസ് തന്നെ ഭയങ്കര കുറവാണ്. അപ്പൊ ആ ഒരു ലെവലിൽ കണ്ട ഒരു വ്യക്തി ഭയങ്കര ഇതായി ഖുറാനിസ്റ്റ് ആയി. പക്ഷെ അതിലും ഭയങ്കരമായിട്ട് ഫോളോ ഒന്നും ചെയ്യുന്നില്ല. നമ്മള് ഞാൻ പറഞ്ഞില്ലേ പണ്ട് മുതലേ കുറെ സംശയങ്ങളുണ്ട്, പക്ഷെ പേടിച്ചിട്ട് ചോദിക്കൂല. ചോദിച്ചു കഴിഞ്ഞാല് പ്രശ്നമാണ്. ഞാൻ പറഞ്ഞില്ലേ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് നബിനോട് ഇഷ്ടം കുറയാൻ കാരണം അത്തയ്യാത്തുള്ള അർത്ഥത്തില് നബി തന്നെ. ഞാൻ ചോദിച്ചത്, ഞാൻ അവരടുത്ത് വീട്ടില് എളാമന്റെ അടുത്ത് ചോദിച്ചു, നബി തന്നെ നബിനെ പൊക്കി പറയാൻ എന്തിനാ പറയുന്നത്? അത് ശരിയല്ലല്ലോ, ഈ പ്രാർത്ഥനയിൽ അങ്ങനെയല്ലേ ഉള്ളേ. മലയാളത്തിൽ വായിക്കുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല, നബിക്ക് വേണ്ടിയിട്ടുള്ള സലാത്ത്. അപ്പൊ അത് മുതലാണ് എനിക്ക് ഒരു ഇഷ്ടക്കേട് വന്നത്. പിന്നെ എനിക്ക് ഇങ്ങനെ മദ്രസയിലൊന്നും നമ്മൾ അങ്ങനെ പോയില്ല. മുജാഹിദിന്റെ ഈ വീക്കെൻഡിൽ ക്ലാസ്സുകളല്ലേ ഉണ്ടാകാൻ. അപ്പം അവിടുന്ന് നമുക്കിങ്ങനെ ഈ ഒരു കാര്യം ഇതെല്ലാം ഇങ്ങനെ പറഞ്ഞു തരുമ്പം ഈ ഒരു മൂവിയില്ലേ ഗസൽ എന്ന് പറഞ്ഞ മൂവിയിലുള്ള ആ ഒരു നാസറിന്റെ ക്യാരക്ടർ ഉണ്ട് അതിനുള്ള, ആ ക്യാരക്ടറിനെ എനിക്ക് നബിനെ ഫീൽ ചെയ്യുന്നത്. ഹലോ, കേട്ടു. അത് അന്നേരം എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ആ ഒരു ഇഷ്ടക്കുറവ് എനിക്ക് നന്നായിട്ടുണ്ട്. അതിലൊരു നാസറിന്റെ ഒരു വില്ലൻ ക്യാരക്ടർ ഉണ്ട്, അതിനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അത് നമ്മൾ ടി വിയിലായിട്ടും വരുമ്പോ കാണുമ്പോൾ ഇവരെ നമുക്ക് മദ്രസ എന്ന് പറഞ്ഞു തരുന്ന നബി ഉണ്ടാവില്ല. അപ്പൊ ആ സമയത്ത് തന്നെയാണ് മദ്രസന്നല്ല സ്കൂൾസ് ടീച്ചർ ഇങ്ങനെ ക്ലാസ് എടുത്തിരുന്നു. അതില് വില്ലൻ ക്യാരക്ടർ ഒരു പെണ്ണിനോട് ഭയങ്കര ആർത്തിയുള്ള ഒരു ചെറിയ പ്രായമുള്ള പെണ്ണ്, അങ്ങനെ ഒന്നും നോക്കാണ്ട് അങ്ങനെ എനിക്ക് ഓർമ്മ ഒന്നുമില്ല മൂവി. പക്ഷെ പണ്ട് എന്റെ ഫേസ് അത് ഓർമ്മയുണ്ട്. ഒരു അന്നേരം എനിക്ക് ഓർമ്മ വരുന്നത് വരുന്നത് എന്താ വെച്ചാൽ ആ സമയത്ത് തന്നെ സെയിം ടൈം ഹൈസ്കൂൾ പറയുമ്പോ ഈ ഒരു ക്ലാസ് എടുത്തിരുന്നത് എങ്ങനെയാ എന്ന് വെച്ചാൽ, യുദ്ധത്തിൽ ഇതായി അവിടെയുള്ള സ്ത്രീകളെ നബി കല്യാണം കഴിച്ചു, അവരെ പിടിച്ചടക്കി. അപ്പൊ നമുക്കത് എന്റെ ലോജിക്കൽ അത് അന്നേരം ഇത് കണക്ട് ആവുന്നില്ല ഈ സാധനം. പിന്നെയും അത് ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര മുജാഹിദിന്റെ പള്ളിയിൽ തന്നെ എന്ന് പറയുന്ന പോലത്തെ ലെവലിലുള്ള ഫാമിലിയാ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളും ഇപ്പൊ വിളിക്കുന്ന നമ്മളെ പേര് പറയാത്തോണ്ടാണ് നമ്മളും ഈ പറഞ്ഞ മാതിരി മുജാഹിദ് ജമാഅത്തിൽ നിന്ന് വിട്ട് ഖുറാനിസ്റ്റ് ആയിട്ടാണോ ഇപ്പൊ മതം വിടുന്ന അവസ്ഥയിലേക്ക് വന്നത്? അതെ, ഞാൻ ആരിഫിനടുത്ത് ഒന്ന് എനിക്ക് കാര്യമായിട്ട് പറയാനുള്ളത്, ഇപ്പൊ ആരിഫിന് എല്ലാരും പറയുന്നില്ലേ ഭയങ്കര റഫ് ഭാഷ ഉപയോഗിക്കുന്നു. ഞാൻ അന്നേ ചിന്തിച്ച കാര്യമാണ്. എനിക്ക് ജാമിദ ടീച്ചർ ഒരു ഇമാമായിട്ട് നിന്നിട്ടുള്ള ഒരു വീഡിയോ ഞാൻ കാണാനിടയായി. ആ സമയത്ത് കുറെ മുമ്പ്. അപ്പൊ ആ സമയത്ത് ജാമിദ ടീച്ചർ ഇതിനെ പൊത്തക്കൊന്ന് വിളിച്ചു, ഇത് ഖുറാനാ. അതെനിക്ക് സ്ട്രൈക്കായി. അതാണ് ഞാൻ ആദ്യം പറയാൻ വന്ന പോയിന്റ്. എനിക്ക് ഫോൺ കിട്ടിയവിടെ അങ്ങൊന്നും പറയാൻ കഴിയുന്നില്ല. എന്ന് വെച്ചാൽ അതിൽ നിന്നാണ് ഞാനിത് പുറത്തേക്ക് പറയാൻ തുടങ്ങി. എനിക്ക് അതുവരെ പിടിച്ചു നിന്നിട്ടുണ്ടേ. അപ്പൊ ഇതിങ്ങനെ വിളിച്ചു തരാൻ അതല്ല, അതിന്റെ ഇമ്പാക്ട് എനിക്ക് ഭയങ്കര കൂടുതലാണ്. അപ്പൊ ആ രീതിയിൽ തന്നെ സംസാരിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ആരിഫിന്റെ വീഡിയോ കണ്ടാൽ എനിക്ക് തോന്നിയത് അത് അങ്ങനെ വേണം തന്നെയാണ്.
താങ്ക് യു സോ എന്നുവെച്ചാ ഞാൻ പറഞ്ഞ കാര്യം അന്ന് പൊത്തകന്ന് വിളിച്ചേരോ, ഇതിനെ പൊത്തകന്ന് വിളിക്കാം അല്ലേ. എന്നുവെച്ചാ ഈ അടുത്ത് പോലും എന്നെ കാണുമ്പോ ഇല്ല, എന്റെ കൂടെ പണ്ട് മുജാഹിദിൽ പ്രവർത്തിച്ച കുട്ടി ഉണ്ട്, അവര് ഡോക്ടറാണ്. അവളൊരു പർദ്ദ ഷോപ്പിൽ നിന്ന് എന്നെ കണ്ട സമയത്ത് ചോദിക്കുക, എന്താ കോലം, നിങ്ങൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ, എന്ത് ഈമാൻ ഉണ്ടായിരുന്നു പണ്ട്, നിങ്ങളെ കോലം എന്താ. ഞാൻ അന്നേരം അങ്ങനെ കോലം കെട്ടി നടക്കലൊന്നുമില്ല, പക്ഷെ കുറച്ച് വൃത്തിയിലാണ് നടക്കല്. ഇങ്ങനെ ഇവര് പറയുന്ന രീതിയിലെല്ലാം ഉണ്ടാവില്ലേ, ഇല്ല അങ്ങനത്തൊന്നും ഇല്ല, അങ്ങനത്തൊന്നും ഭ്രാന്തില്ല എന്നല്ല. എനിക്ക് ഈ ഫാഷൻ ട്രെൻഡ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. ഞാൻ വരക്കൊക്കെ ചെയ്യും, ആർട്ട് അതൊക്കെയാണ് എനിക്ക് ഇഷ്ടമുള്ള കാര്യം. സ്വാഭാവികം. അപ്പൊ അത് പണ്ട് എന്റെ മുമ്പിൽ കയറി ചാടിയിട്ടുണ്ട്. ഞാൻ വരച്ച പിക്ചർ എന്റെ ഉപ്പ തന്നെ എന്റെ അടുത്ത് കയറി ചാടിയിട്ടുണ്ട്. അത് ഇപ്പൊ എനിക്ക് ഷോക്കിംഗ് ആണത്. കയറി ചാടിയിട്ടുണ്ട്. കണ്ണൂരാണ്. അതെ, സ്റ്റേറ്റ് ലെവലില്. ഒരു വേള ഞാൻ മറന്നുപോയി താങ്കൾ കണ്ണൂരാണെന്നുള്ളത്. കീറി ചാടി അത് എന്റെ ചെറുതിലായിരുന്നില്ല കാര്യം. അത് വരക്കാൻ പാടില്ല, അങ്ങനെയുള്ള പ്രശ്നം. ഇപ്പൊ അതൊക്കെ മാറി. പക്ഷെ എന്റെ ചെറുതിൽ അത് എനിക്ക് ഷോക്കിംഗ് ആണ്. അത് ഇസ്ലാമിന്റെ പേരിലാണ്. അപ്പൊ ഞാൻ എന്താന്ന് വെച്ചാൽ എനിക്ക് സ്റ്റേറ്റ് ലെവലിൽ ഞാൻ മന്ത്രിന്റെ അടുത്ത് നിന്ന് എനിക്ക് ആർട്ടിന് തന്നെ സമ്മാനം കിട്ടിയിട്ടുണ്ട്. അതെന്റെ വീട്ടിലെ ഒപ്പം അറിയില്ല. അറിഞ്ഞു കഴിഞ്ഞാൽ പറയോന്നുള്ള പേടിയാ. പറയോ ഈ പറഞ്ഞ സമ്മാനം കിട്ടിയ കാര്യം വീട്ടിൽ അറിയില്ല? ഇല്ല, ഇപ്പോഴും അറിയില്ലായിരിക്കും. എന്നുവെച്ചാൽ ആ സമയത്തൊന്നും എനിക്ക് വിടൂല. അപ്പൊ വീട്ടിൽ നിന്ന് ഒരു അപ്രീസിയേഷൻ കിട്ടിയില്ല, ആ സമ്മാനം കിട്ടിയത് കിട്ടൂല, ഉറപ്പല്ലേ? ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഈ അടുത്ത് എന്റെ പറയുമ്പോ ഞാൻ ഇങ്ങനെ പറയും, ഒരിക്കലൊക്കെ ആ സമയത്തൊന്നും അങ്ങനെ അല്ലല്ലോ. വ്യത്യാസമാണ്. ഞാൻ സ്വബൈ നിസ്കരിക്കാൻ പോകുമ്പോ ഞാൻ കരഞ്ഞിട്ടുണ്ട്, എനിക്ക് കഴിയുന്നില്ല, എന്നെ വിളിക്കല്ല നോമ്പിന്. ഞാൻ ചെറിയ കുട്ടിയാ, 6ാം ക്ലാസ്സിലെല്ലാം പഠിക്കുന്ന സമയത്ത് ഞാൻ കരയല. എന്നുവെച്ചാൽ തലാറെങ്കിലും വീണിട്ട് അവിടെ തന്നെ ഒമിറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത്ര പോലും നിക്കാൻ വിടൂല. നോമ്പെടുത്തിട്ട് എനിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് കരഞ്ഞാലും വിടൂല. എന്തായാലും രാവിലെ പള്ളി പോണം. അപ്പൊ അവിടെ നിന്നിട്ട് നിസ്കരിക്കുന്ന സമയത്ത് തലാറിങ്ങി വീണു, അവിടെ തന്നെ ഛർദിച്ചു. പിന്നെ കുറെ ദിവസത്തേക്ക് അങ്ങനെ ഹോസ്പിറ്റലായി. അതിന്റെ ഒക്കെ കുറെ പ്രശ്നങ്ങളാണ്. നോമ്പെന്ന് പറയുമ്പോ തന്നെ എനിക്ക് ഇത് ഓർമ്മ വരാം. അപ്പൊ ഞാന് ഒരു കയ്യടി തരട്ടെ. ഈ പറയുന്ന ആർട്ട്, അതിന് സംസ്ഥാന മന്ത്രിയുടെ കയ്യിൽ നിന്ന് ഒരു അവാർഡ് വാങ്ങിച്ചിട്ട് അത് വീട്ടിൽ ഇത്ര നാളും പറയാതെ ഒളിപ്പിച്ചുകൊണ്ട് നടന്നു. ഇപ്പൊ അത് പുറത്ത് പറഞ്ഞു. ഇതുവരെ ആരും അപ്രീഷിയേറ്റ് ചെയ്തിട്ടില്ല. നമ്മളൊന്നും അപ്രീഷിയേറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ എന്റെ അടുത്ത് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ല, എന്റെ സർവൈവലിന് വേണ്ടി ഞാൻ ആൾക്കാരോട് അല്ല, ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഒരു കയ്യടി തരാൻ പോവാണ് നമ്മള്. ഓക്കെ, ഒരു കയ്യടി എല്ലാവരും കൊടുക്കും. സന്തോഷായില്ലേ? ഇതാണ് അവസ്ഥ. ഞാനിത് പറയുമ്പോൾ ഒരു കാര്യം ഞാൻ പറയാണ്, എനിക്ക് ഈ മറ്റേ തബല, കീബോർഡ്, ഇഞ്ചാതി സാധനങ്ങളൊക്കെ വലിയ ഇഷ്ടമായിരുന്നു പഠിക്കാൻ. അപ്പോൾ നമ്മൾ വീട്ടിലിത് പഠിക്കണം, എനിക്കിത് പോകണം എന്ന് പറയുമ്പോൾ നമ്മളെ സമ്മതിക്കില്ല. ഇതൊന്നും നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ല എന്ന് പറയും. ഇതാണ് ഉണ്ടായത്. എന്റേത് ഞാൻ കുറച്ച് നന്നായിട്ട് തന്നെ വരക്കും. അപ്പൊ ഞാൻ എനിക്ക് തോന്നുമ്പോൾ അന്നേരം വരക്കണം. അപ്പൊ ഞാൻ എന്റെ വീട്ടിൽ എന്റെ റൂമിൽ കഴുകനെ വരച്ചതിന് ഞാൻ ഒരു കഴുകൻ ഇങ്ങനെ ഹാൻഡ് ചെയ്യുന്ന ഒരു സാധനം വരച്ചു. ഞാൻ വിചാരിക്കുന്നത് എന്താ, ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. അപ്പൊ എല്ലാവരും എന്റെ അനിയന്മാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. പക്ഷെ എനിക്ക് ഷൗട്ടിംഗ് ആണ് കിട്ടുന്നത്. ഷൗട്ടിങ്ങും അടിയൊക്കെയാണ് കിട്ടുന്നത് വരച്ചതിന്. വേറെ ഒന്നും ആ കഴുകനെ വരച്ചതിന് പകരം ഒരു ബുറാക്കിനെ വരച്ചിരുന്നെങ്കിലോ? ബുറാക്കിനെ ഞാൻ ആദ്യമായിട്ട് കണ്ടിട്ട് ഞാൻ ഈ അടുത്ത് എന്റെ വൈഫിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായി, ഞാൻ ഈ ബുറാക്കിന്റെ ചിത്രം എനിക്ക് അറിഞ്ഞുകൂടെ ഇതൊന്നു. എന്ന് വെച്ചാൽ മുജാഹിദിന്റെ ആയതുകൊണ്ട് ചില ഈ പറയുന്ന റാത്തീബ് ആ സാധനം ഞാൻ കണ്ടിട്ടില്ല. ഇവരിങ്ങനെ പറയുന്ന അല്ലാണ്ട് മൂവിയിൽ കണ്ടല്ലാണ്ട് എനിക്ക് അങ്ങനത്തെ ഒന്നും അറിഞ്ഞൂടാ. അപ്പൊ ഈ ബുറാക്കിനെ ഞാൻ കാണുന്നത് കൊച്ചിയിൽ വന്ന സമയത്ത് ഓരോ ഓട്ടോന്റെ മുകളിലുണ്ട് ഇങ്ങനെ അറബിക്കിൽ എഴുതിയിട്ട് ഒരു ചിത്രം, ഒരു വല്ലാത്ത രൂപം, പക്ഷെ അറബിക്കിൽ എഴുതിയോണ്ട് ഞാൻ ചോദിച്ചു ഇതാരാ. അന്നേരം പറഞ്ഞത് ബുറാക്കാണ്. തലകുത്തിന്നാണോ അതോ മൂക്കുത്തിന്നാണോ ചിരിച്ചത്? തലകുത്തിന്നാണോ മൂക്കുത്തിന്നാണോ ചിരിച്ചത്? അല്ല, ഞാൻ ആദ്യമായിട്ട് അത് കണ്ടത് ആ ഒരു പിക്ചർ ബുറാക്കിന്റെ കണ്ടതെല്ലാം പക്ഷെ ഞാൻ പറഞ്ഞില്ല, ആ സമയത്ത് നമ്മളെ ചിന്ത ഇങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കുക ഇതിനെ കുറിച്ചിട്ട്, ഇതെന്താ ഇങ്ങനെയാണ്. അപ്പൊ മുജാഹിദിൽ തന്നെ ആദ്യം കാണുന്ന ആ മൈൽഡ് രൂപയല്ല പിന്നെ കാണുന്നത്. അവിടെ കുറെ ആൾക്കാർ വന്നു, സെക്രട്ടറിയലായി. മുജാഹിദ് ബാലുശ്ശേരി എന്റെ വീട്ടിലായിരുന്നു നോമ്പിന്, പണ്ട് വളരെ പണ്ടാണ്. അന്നേരം ചെറിയൊരു ഇതിനു വേണ്ടി ഇത് നോമ്പിന് ഇമാമ വെക്കാൻ വേണ്ടി വരുമല്ലോ. ആ സമയത്ത് സ്ഥിരമായിട്ട് വീട്ടിൽ ഭക്ഷണം കയറാൻ വരുന്ന ഭയങ്കര സൈലന്റ് ആയിട്ടുള്ള, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന നേരം ഭയങ്കര സൈലന്റ് ആയിട്ടുള്ള ഒരു പയ്യനാണ്. ഈ സക്കറിയ സലായി അല്ല,
മുജാഹിദ് ബാലുശ്ശേരി. മുജാഹിദ് ബാലുശ്ശേരി നമുക്ക് പണ്ടറിയാം. ആ സമയത്ത് ഒരു ഉസ്താദിന്റെ മോനാന്നായിട്ട് എന്നോട് പറഞ്ഞു, എന്റെ ചെറുതിൽ ഓർമ്മയില്. അപ്പം ആ സമയത്ത് ഇങ്ങനെ നോമ്പിന് സ്പെഷ്യൽ ആള് വരുമല്ലോ. അങ്ങനെ എനിക്ക് അവരെല്ലാം അറിയുന്നത്. അപ്പൊ ആ റെവല്യൂഷൻ നമ്മൾ ശരിക്കും കാണുന്നുണ്ട്. എന്ന് വെച്ചാൽ പണ്ട് നമ്മളോട് പറഞ്ഞ കാര്യങ്ങളല്ല ഇവര് പിന്നീട് പറയുന്നത്. എൻ്റർലി അത് ഡിഫറെന്റ് ആയി ലാസ്റ്റ് ജിന്നിലേക്ക് എത്തി. അന്നേരമാണ് നമ്മൾ അവിടുന്ന് ഇറങ്ങാൻ തുടങ്ങിയത്. നമ്മളിത് ഇവര് ഖുറാനിസ്റ്റിലേക്ക് മാറാൻ തുടങ്ങിയത് ആ ലെവല് മാറിയവരാണ്. അപ്പൊ ഇപ്പൊ വീട്ടില് പ്രശ്നമൊന്നുമില്ലല്ലോ? എന്റെ വീട്ടില് ഖുറാനിസ്റ്റ് ആണ്, പക്ഷെ ഇന്ന് പുറത്തൊന്നും വന്നിട്ടില്ല അവര്. ഓക്കെ, നമ്മൾ ഈ മതത്തിൽ നിന്ന് വിട്ടു എന്നതിന്റെ പേരിൽ വീട്ടില് പ്രശ്നമുണ്ടോ അപ്പോ? ഇല്ല നമ്മള് അതാ പറഞ്ഞത്, ഖുറാനിസ്റ്റ് ആയാലും തന്നെ പണ്ട് ഉപ്പ ചെയ്തു പോയതിനൊക്കെ ഭയങ്കര റിഗ്രറ്റ്സ് ഉണ്ട്. പക്ഷെ ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. ഖുറാനിസ്റ്റ്, ഞാനും ഖുറാനിസ്റ്റ് ആയിരുന്നുണ്ടോ കുറച്ച്, ഏതാനും ഒരു മണിക്കൂറുകൾ എന്നൊക്കെ ഭയങ്കര ഫോളോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ. ഖുറാനിസ്റ്റ് ആയ പണി എളുപ്പമാണെന്നേ, അടുത്തത് മതം വിടും, അതാണ് ഞാനും പറയാം. അത് വിട്ടോ ഇല്ല എന്നുള്ളതൊന്നും ആരും ചർച്ച ചെയ്യുന്നില്ല. ഒരു ടോപ്പിക്കേ അല്ലാണ്ടായി. അത് ആവശ്യമില്ല. അതാണ് എന്നുവെച്ചാൽ പണ്ട് എങ്ങനെയാണെന്നറിയോ, ഞാൻ പറയാൻ കാരണം പണ്ട് ഇവിടെ നമ്മളെ ഏരിയയില് ഒരു ഷോപ്പ് തുറന്നു. അപ്പൊ ആ ഷോപ്പില് ഈ ചലിക്കുന്ന ബിംബങ്ങളുണ്ട്. അപ്പൊ എല്ലാത്തിലും ഇവര് ഇത് കൂട്ടുമല്ലോ, എല്ലാത്തിലും ഇസ്ലാമ കൂട്ടിച്ചേർക്കല്ലേ ചെയ്യാൻ എല്ലാ കാര്യത്തിലും. അപ്പൊ അവിടെ ഈ ചലിക്കുന്ന പ്രതിമകളുണ്ട് ആ ഒരു ഷോപ്പിൽ. അവിടുത്തെ ഭയങ്കരമായിട്ടാണ്. അപ്പൊ നമ്മള് കുട്ടികളായിരിക്കും അവിടെയൊക്കെ ഭയങ്കര ക്യൂരിയോസിറ്റി ആയിട്ട് അതൊക്കെ കാണാനൊക്കെ പോകും. എന്നുവെച്ചാൽ ഷോപ്പിലുള്ള ഡ്രസ്സ് ഇട്ടിട്ട് അവരിങ്ങനെ ചലിക്കും, നമസ്തേ ഒക്കെ പറയും. ആ പ്രായത്തെ വെള്ളിയാഴ്ചത്തെ കുത്തുബ അതാണ് കുത്തുബന്റെ വിഷയം. ആ പാടില്ല. അങ്ങനെയാ അത് നമ്മളിങ്ങനെ ചിന്തിക്കുന്നത്. എന്തിനും ഏതിനും ഇത് കലർത്തി പിന്നെ സംസാരിക്കാൻ തുടങ്ങി. അപ്പൊ ആദ്യം നമ്മൾക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലോ, നമ്മള് മുജാഹിദ് ആയ സമയത്ത് പ്രവർത്തിക്കുമ്പോൾ ടീനേജ് ഒക്കെ ആയിക്കഴിഞ്ഞാല് നമ്മളെ സുഹൃത്തുക്കളെ ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കും, ഫൈറ്റ് ചെയ്യും, നമുക്ക് അറിയുന്നതൊക്കെ വിളിച്ചു പറയും, വിളിച്ചു പറയും. അപ്പൊ ഇത് ഞാൻ പറഞ്ഞില്ലേ, പണ്ട് എന്റെ മനസ്സിൽ അതുണ്ടെങ്കിലും ഇവരെപ്പുറം പ്രവർത്തിച്ചിട്ട് ഇവരെ കൂട്ടത്തിലായാലോ അതവിടെ ഉണ്ട്. പക്ഷെ അതിങ്ങനെ ഇവരോട് ഇങ്ങനെ നടക്കുന്നുണ്ട്, ഇവരോട് അതിൽ കൂടിയിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ആ കാരണത്താൽ ഇന്നും സംസാരിക്കാത്ത ചങ്ങായിമാരുണ്ട് എനിക്ക്. അതാ ഞാൻ പറഞ്ഞ കൊറേ ബുദ്ധിമുട്ടുകൾ ഈ ഇസ്ലാമിന്റെ പരമായിട്ട് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഞാൻ പറഞ്ഞില്ല, നമ്മളെ നാട്ടില് പ്രത്യേകിച്ച് ഈ കല്യാണത്തിനെല്ലാം 2 ഭാഗമായിട്ട് തന്നെ ഇരിക്കുമല്ലോ. അപ്പൊ ആ സമയത്ത് ഞാൻ എന്റെ വൈഫിനെ പ്രത്യേകിച്ച്, ഇപ്പൊ എനിക്ക് 2 മക്കളുള്ളതുകൊണ്ട് ചെറിയ കുട്ടികളാ. രണ്ടാളെ എനിക്ക് എന്റെ വൈഫ് തിന്നതിന് വരെ ഞാൻ വെയിറ്റ് ചെയ്യണം. സ്ത്രീകൾക്ക് പിന്നെ രണ്ടാമതായിട്ടാണ്, പുരുഷന്മാർ തിന്നതിന് ശേഷം ഇടുള്ളൂ. അപ്പൊ സ്ഥലപരിമിതി കൊണ്ടുള്ളതാണ്, അത് ഓക്കെ, സാരമില്ല, അങ്ങനെയാന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ രണ്ടാൾക്കും ഒരുമിച്ചിട്ടിരുന്നെങ്കിൽ നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് വേഗം പോവാം. ഇത് സ്ത്രീകൾ നമ്മൾ വെയിറ്റ് ചെയ്യണം, ഇരുവരും മറയിലല്ലാണ്ട് തിന്നിക്കൂല. അല്ല, ഇത് പണ്ടൊരു സിനിമ നടി പറഞ്ഞാണല്ലോ എല്ലാരും കൂടി ആ സിനിമ നടീനെ പഞ്ഞിക്കിട്ടത്. നമ്മുടെ നാട്ടിൽ ഇപ്പോഴും അങ്ങനെ തന്നെയാ. കണ്ണൂരൊക്കെ ഇപ്പോഴും സ്ത്രീകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് 2 മറ കെട്ടിയിട്ടാണ് എന്ന് പറഞ്ഞു. അല്ല, അപ്പൊ ഇവിടെ ചില ആളുകൾ ചോദിക്കണ്ടായിരുന്നു, അങ്ങനെ മറ കെട്ടിയാൽ എന്താ അവിടെ 2 പേർക്ക് ബിരിയാണിയിലേ കൊടുക്കണമെന്നാണ് ചോദിക്കുന്നത്. മറ വരും, അഥവാ മറ ഉണ്ടാവില്ല, അപ്പൊ സാരിയൊക്കെ കെട്ടിയിട്ട് അത് മറക്കും. അവിടെ ഇപ്പൊ പന്തലിൽ അതില്ലാന്നുണ്ടെങ്കിൽ അതെങ്ങനെ എന്തെങ്കിലും ക്ലോത്ത് കൊണ്ടാണ്ട് അത് കവർ ചെയ്യും, എന്നിട്ട് അത് ഭക്ഷണം കഴിക്കാൻ. അപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ചാല്, ഇപ്പൊ ഞാൻ എന്റെ വൈഫിനെ കൂട്ടിയിട്ട് അവരെ എതിർത്തുകൊണ്ട് തന്നെ അടിയിരിക്കും. അന്നേരം ഇവളുടെ അടുത്ത് വന്നിട്ട് ചോദിക്കും, എനിക്ക് മര്യാദയ്ക്ക് കുറച്ചേനെ കഴിച്ചാൽ പോരെ, ഇതെന്തിനാ ഇവിടെ ഇരിക്കുന്നത്. പക്ഷെ നമുക്ക് കുട്ടികൾ ഉണ്ടാവുന്ന സൗകര്യം അതാ, അവർക്ക് നമ്മളെ ഒരുമിച്ച് ഇരുത്തിട്ട് കൊടുക്കാം. അതിന് പറ്റൂല. ഇപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഇന്നലെ ഒരു സ്പോർട്സിന്റെ മധുവായിട്ട് ബന്ധമില്ലാത്ത പ്രോഗ്രാമിന് വന്നാൽ പോലും ഈ പർദ്ദയിട്ട സ്ത്രീകൾ വന്നതിന് അവർക്ക് വേറെ മറ വേണം. ഇവര് കല്യാണത്തിന് പോയ പോലെ ആക്ട് ചെയ്യുന്നേ. അതിവിടെ ഒരു നോർമൽ കാര്യമാണ്. അതിപ്പോ എന്താ ചോദിക്കാനുള്ളതെന്നുള്ള പോലത്തെയാണ് വർത്തമാനം പറയാൻ ചോദിക്കുമ്പോ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ഇപ്പൊ കുറച്ച് ചോദിക്കലുണ്ട്. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് യു സൗണ്ടിലേക്ക് ആരിഫ് എന്ന് പറയാൻ കാരണം എന്നോട്. ഓക്കെ, എന്തായാലും സന്തോഷം പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ. നിങ്ങൾക്ക് കാര്യങ്ങൾ കുറേയും കൂടി എളുപ്പമായി എന്നറിയാൻ കഴിഞ്ഞതിൽ സന്തോഷം. പിന്നെ നമ്മളൊക്കെ പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നറിഞ്ഞതിൽ അതിലും വലിയ സന്തോഷം. പിന്നെ നമ്മളെ ശൈലി നിങ്ങൾക്ക് വലിയ ഇഷ്ടപ്പെട്ടു, അതിനി തുടരണം എന്ന് പറഞ്ഞതിൽ അതിനേക്കാൾ വലിയ സന്തോഷം. ശൈലിയാണ് എനിക്ക് കുറച്ച് ഞാൻ അതിൽ നിന്ന് പുറത്തേക്ക് വന്ന് ഇതാക്കാൻ കാരണം അതാണ്. പറയാവോന്ന് എളുപ്പാക്കിയതിനാൽ അതിങ്ങനെ ഇപ്പൊ എന്നോട് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ എന്റെ അടുത്തുള്ള ഒരു ചങ്ങായി ഇതെന്താ നിങ്ങൾ ഇങ്ങനെ മാറിപ്പോയെന്ന് വെച്ചിട്ട് രണ്ടാമത് ഞാൻ എന്തോ പറയാൻ തുടങ്ങുമ്പോ ഖുർആൻ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ തുടങ്ങുന്നത്. അവൾ എന്റെ അടുത്ത് ഒച്ചെടുത്തിട്ട് പറയാ, ഖുർആൻ അല്ല, പരിശുദ്ധ ഖുർആൻ. അങ്ങനെ പറയാൻ പാടില്ല. അതാണ്. അപ്പൊ വേറൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു.
അതും കൂടിയാ വിളിച്ചത്. എന്ന് വെച്ചാ എനിക്ക് കുട്ടികളുണ്ട്. എന്റെ കുട്ടികൾക്കൊന്നും അള്ളാന്ന് പോലും അറിയില്ല, എന്താന്ന് പോലും അറിയില്ല. അപ്പൊ മദ്രസയിലൊന്നും ഇപ്പൊ നമ്മള് റെഗുലർ മദ്രസയിലൊന്നല്ല പോയത്. പക്ഷെ ഞാൻ കണ്ട നമ്മള് കൂടെ പഠിച്ചതിൽ തന്നെ ഈ നിരീശ്വരവാദികളെ പേരിട്ട ചങ്ങായിമാരെന്നെ ഉണ്ട്. എന്ന് വെച്ചാൽ പാരന്റ്സ് നിരീശ്വരവാദി ആയതുകൊണ്ട്. പക്ഷെ അവരെ ഇപ്പൊ തടി വെച്ച് നടക്കുന്നുണ്ട്, മുജാഹിദിൽ താടിയും വെച്ച് നടക്കുന്നുണ്ട് അവരെ ഈ പറഞ്ഞ മോൻ. അപ്പൊ ഈ നിരീശ്വരവാദികൾ വളർത്തിയ മോനിപ്പം തടി വെച്ച് നടക്കുന്നുണ്ട്. നമ്മളെ മുമ്പ് തന്നെ നമുക്ക് കാണാനുണ്ട്. അപ്പം പറഞ്ഞു വരുന്നത് ഇപ്പം എന്താ നമ്മളിപ്പം പറഞ്ഞു കൊടുക്കാൻ, ഭാവിയിൽ ഇതിലേക്ക് പോവാണ്ടിരിക്കാന് എന്താ പഠിപ്പിക്കേണ്ടതെന്ന് അറിഞ്ഞൂടാ. എന്നുവെച്ചാ മുമ്പിലൊരു റെഫറൻസ് ഇല്ല. അതാണ് ചോദിക്കാനുള്ളത്, എന്ത് ചെയ്യും, കുട്ടികളെ എങ്ങനെ വളർത്തും എന്നുള്ള ഈ കാര്യത്തിൽ. എന്ന് വെച്ചാൽ ഭാവിയിൽ ഇങ്ങനെ ഒരു സാധനം ഹിദായത്ത് കിട്ടട്ടെ എന്നാണ് നമ്മളെ കൊണ്ട് ഇപ്പൊ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല അതില് അതായത് ഇപ്പൊ നിങ്ങള് മദ്രസ വിടാൻ നിർബന്ധമുണ്ടോ ആർക്കെങ്കിലും? ഇല്ല, മദ്രസ വിടാത്തതിന് ഞാൻ പറഞ്ഞില്ലേ എല്ലായിടത്തൊന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പം വൈഫ് തട്ടയിടാത്തതിന്റെ പ്രശ്നം, അടിമുടി സാധാരണ ഇങ്ങനെ പറയില്ലേ ബസ് സ്റ്റോപ്പിലെല്ലാം ആൺകുട്ടികളെ നോക്കിക്കഴിഞ്ഞാൽ ദഹിപ്പിക്കും, നോട്ടത്തിലൂടെ ദഹിപ്പിക്കും. പക്ഷെ ഇവര് ദഹിപ്പിക്കുന്നത് എന്റെ വൈഫിനെ. അവള് തട്ടിട്ടില്ലെങ്കിൽ ഒരു നോട്ടാണ് ഇവരെ ഈ പർദ്ദയിട്ട പെണ്ണുങ്ങളെ അടിമുടി നോക്കി ദഹിപ്പിക്കും. ഞാൻ പറയുന്നത് വെച്ചാലേ കുറച്ചും കൂടി ഒരു മോഡേൺ ഔട്ട്ലുക്ക് ഉള്ള, കുറേയും കൂടി ഒരു കോസ്മോപൊളിറ്റൻ ആയിട്ടുള്ള ഒരു സമൂഹത്തിൽ നിങ്ങൾ വന്ന് ജീവിക്കുക. ഇതാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുക. കുറേയും കൂടിയൊക്കെ ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് എന്തായാലും നിങ്ങൾ അവരെ ഫോഴ്സ് ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ അവർക്ക് കുറേയും കൂടി അങ്ങനെയുള്ളൊരു ഔട്ട്ലുക്ക്, ഒരു എക്സ്പോഷർ കൊടുക്കുക എന്നുള്ളതാണ് കുറേയും കൂടി നന്നാവുക. അല്ലാതെ നമ്മൾ അവരെന്തെങ്കിലും പ്രത്യേകം എഴുതി പഠിപ്പിക്കണമെന്നൊന്നുമില്ല. ഈ സാധനത്തിന് പുറത്തുള്ള സംഗതികൾ നോർമലാണ് എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹത്തിൽ ജീവിക്കാൻ ഒരു അവസരം കൊടുത്താൽ തന്നെ കുറേ കാര്യങ്ങൾ തനിയെ മാറും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മളൊരു സ്ഥലം കണ്ടെത്തി ഷിഫ്റ്റ് ചെയ്യുക, ജോലി കണ്ടെത്തുന്ന സ്ഥലം ആ രീതിയിലൊരു സ്ഥലം തിരഞ്ഞെടുക്കുക. അങ്ങനെ വരുമ്പോൾ കുറേ തന്നെ മാറ്റം വരുന്നതാണ് ഞാൻ പറയും. അല്ലാതെ നമ്മളിപ്പോൾ അത് പിന്നെ പഠിപ്പിക്കാനൊക്കെ വിടുമ്പോൾ കുറേയും കൂടി ഒരു സെക്യുലർ ആയിട്ടുള്ള എൻവയോൺമെൻറ്റ് തിരഞ്ഞെടുക്കുക, സെക്യുലറായ സ്ഥലങ്ങൾ എടുക്കുക എന്നുള്ളതാണ് പറഞ്ഞതിൻ്റെ ആകത്തുക. നമ്മൾ ഈ മതം എപ്പോഴും ചർച്ച ചെയ്യുന്ന ആളുകൾ കൂടുതലുള്ള സ്ഥലങ്ങൾ കഴിഞ്ഞ് ഒഴിവാക്കുക. അത് ഏത് മതമായാലും, പ്രത്യേകിച്ച് ഇസ്ലാം. അതാണ് ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എന്റെ പെങ്ങൾക്ക് തന്നെ ഒരു ഫോട്ടോ, എന്റെ പെങ്ങളും ഇംഗ്ലണ്ടിലൊക്കെ ഹിന്ദു കുട്ടികളെ, അപ്പൊ ചെറുതിലെ അവരുടെ കൂടെ വളർന്നോണ്ടാ. അപ്പൊ ആ ഒരു ഫോട്ടോ സ്റ്റാറ്റസ് ഇടുമ്പോൾ പോലും ഒക്കെ ബാഡ് ആയിട്ടുള്ള കമന്റ്സ് വന്നിട്ടുണ്ട്. നീ ഇത്രയും ഇതായിട്ട് ഇങ്ങനെയുള്ള ആൾക്കാരെ പേരെ മാത്രമാണ് എന്റെ നടത്തുക, അതുകൊണ്ട് തന്നെ നീ ഇങ്ങനാന്നൊക്കെ പറയും, നിന്റെ ഫാമിലി ഇങ്ങനാ. അതേപോലത്തെ കമന്റ്സ് ആണ് ഇപ്പൊ നമ്മള് കേട്ടോണ്ടിരിക്കുന്നത്. പക്ഷെ നമുക്ക് എന്തായാലും ഇവരെ അവോയ്ഡ് ചെയ്യാൻ കഴിയില്ലല്ലോ. ഫംഗ്ഷനും കാര്യങ്ങൾക്കെല്ലാം പോകുമ്പോ ഉള്ള പ്രശ്നം ഇതാണ്. പരമാവധി ഒഴിവാക്കാറുണ്ട്, പക്ഷെ ഇങ്ങനെ നമുക്ക് തട്ടുന്ന രീതിയിൽ കമന്റ് അടിക്കും. ഇപ്പൊ എനിക്കത് ഞാൻ ഇങ്ങനെ വിചാരിക്കും, എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ ഇവര് നേരെ തൊടാന് കുട്ടികളെയാ. എന്നുവെച്ചാൽ അവരെ ചർച്ച ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ ഫാമിലിയിൽ കുറെ ജമാഅത്തുകാരാ. അപ്പൊ അവര് നമ്മളറിയാണ്ട് ചർച്ച ചെയ്യുന്നത് പോലും നമ്മളെ കുട്ടികളാ, എന്റെ കുട്ടികളാ എങ്ങനെയാ ഈ ഹിദായത്ത് കിട്ടാനെന്നുള്ളതാണ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മള് മുഖത്ത് നോക്കിയിട്ട് അല്ല എന്ത് പറയാൻ എന്നെ കൊണ്ട്, എനിക്ക് അല്ല ഹിദായത്ത് തരട്ടെ എന്നല്ലാണ്ട് എന്താ പറയേണ്ടത്, അങ്ങനെ നമ്മളോട് സംസാരിക്കുന്നത്. എന്നുവെച്ചാൽ ചോദ്യങ്ങള് നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല. അപ്പൊ ആ ഉത്തരത്തിന് പകരം പറയുന്നതാ. ഓക്കെ, എന്തായാലും ഈ ഒരു അവസ്ഥ ഒന്ന് മനസ്സിലാക്കിയിട്ട് ഒന്ന് ചെയ്യൂ. സെക്യുലറായ എൻവയോൺമെന്റ്സ് തിരഞ്ഞെടുക്കാം. അതെ. ഓക്കെ, അതായിരിക്കും കുറച്ചുകൂടി നന്നാവുക. അല്ലാതെ നമ്മൾ പിന്നെ നല്ല അങ്ങനത്തെ സ്കൂൾസ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ ഫോക്കസ് ചെയ്യുക. ഈ മതം പറയുന്ന വേദികൾ കഴിയുന്നതും ഒഴിവാക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കുക. അതെ, മതം പറയുന്ന വേദികൾ അതും അങ്ങനെയുള്ള സ്കൂൾസിലെല്ലാം പരമാവധി ഒഴിവാക്കിയിട്ട് തന്നെ പോകുന്നത്. പക്ഷെ ഓൾറെഡി എന്നെ സംഖ്യയാക്കിയിട്ടുണ്ട്. അതൊന്നും നോക്കണ്ട. സംഖ്യയാക്കുക എന്ന് പറയുന്നത് ഇവിടെ സംഖ്യന്ന് നിങ്ങളൊരാൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ, യു ആർ ഓൺ ദ റൈറ്റ് പാത്ത്. അത്രേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ സംഖ്യയാക്കിയിട്ട് കൊല്ലങ്ങളായി. 5 കൊല്ലം മുമ്പ് എന്നോട് നീ സംഖ്യയല്ലേ, ഞാൻ ഓൾറെഡി വെജിറ്റേറിയൻ, എനിക്ക് ആ ഫുഡ് ഇഷ്ടമാണ്. എന്താ വെച്ചാൽ എനിക്ക് രാത്രിയൊക്കെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടി ലൈറ്റർ ഫുഡ് ചൂസ് ചെയ്യുന്ന പോലെ ഞാനത് വെജിറ്റേറിയൻ ആണ് 10 വർഷമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ ഇവര് കണക്ട് ചെയ്യുക. ഞാൻ മനസ്സിൽ പോലും വിചാരിക്കാത്ത കണക്ഷനാണ് ഇവര് കണക്ട് ചെയ്യുന്നത്. എന്നിട്ട് എവിടെയൊക്കെ ചാൻസ് കിട്ടോ ഞാൻ പോകുന്നിടത്തല്ലോ, അതാ സംഖ്യ ഇരിക്കുന്നുണ്ട്, വെജിറ്റേറിയനാ, എന്താ പറയണ്ടേ എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ കേൾക്കെ തന്നെ പറയുന്നുണ്ടാവും. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. തുല്യ ദുഃഖിതരാണ്, ഡോൺ വറി. ചാപ്പ കിട്ടുന്നത് നിങ്ങൾ മനസ്സിലാക്കുക, യു ആർ ഓൺ ദ റൈറ്റ് ട്രാക്ക്. ഓക്കെ, അപ്പൊ അങ്ങനെ ആവട്ടെ. ഓക്കെ, ഞാന് ഇതില് ആരിഫിന്റെ ഉമ്മാന്റെ ഇങ്ങനെ പറയുമ്പോ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഉമ്മനെ കൊണ്ടും അങ്ങനെയൊക്കെ പറയിച്ചിട്ടുണ്ട്. പക്ഷെ ഖുർആനിസ്റ്റ് ആയതുകൊണ്ട് എന്റെ കാര്യത്തില് ഭയങ്കര കുറവാണ്.
ഞാനും ഉമ്മയും കൂടി ഇടയ്ക്ക് ഇങ്ങനെ സംസാരിക്കാറുള്ള നമ്മൾ വാട്സപ്പ് ഒരു ചാറ്റ് ഉണ്ട്. അതിങ്ങനെ എടുത്ത് ഇങ്ങനെ കേട്ട് നോക്കായിരുന്നു ഓരോ കാര്യങ്ങൾ. ഉമ്മ ഇങ്ങനെ ഓരോ ഉസ്താദുമാരെ അയച്ചു തരും. അപ്പോൾ ഞാൻ ചോദിക്കും വേറെ ഒന്നുമില്ല. അപ്പോൾ ഞാൻ മിക്കവാറും ബ്ലോക്ക് ചെയ്തിട്ടില്ല. കാരണം അൺബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ട് ഉസ്താദുമാരുടെ പ്രസംഗം ഫോർവേഡ് ചെയ്യും. ഇതാണ് ഉമ്മയുടെ പരിപാടി. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളെന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് വീട്ടിലെന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ വാട്സപ്പൊക്കെ വെക്കണത്. ഇത് മുഴുവൻ ദുരുപയോഗം ചെയ്യുകയാണ് ചെയ്യുക, ഉസ്താദുമാരുടെ സാധനം ഫോർവേഡ് ചെയ്യാൻ വേണ്ടി. അതൊന്നും രണ്ടൊന്നല്ല, ചറപറ ഇങ്ങനെ വിടും. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കുക, ഞാൻ വാട്സപ്പ് ബ്ലോക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ബ്ലോക്ക് ചെയ്തു. ഇങ്ങനെയാണ് ഉണ്ടായത്. കാരണം ഇത് നമ്മളൊരു വഴി തിരഞ്ഞെടുത്ത് നമ്മൾ മുന്നോട്ട് പോകുന്നു എന്ന് മനസ്സിലാക്കിയാൽ പിന്നെയും ഈ ഉസ്താദുമാരുടെ സാധനം ഇങ്ങനെ ചൊരിഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും. പിന്നെ നമ്മൾ ഈ ഹസൻ എന്ന് പറഞ്ഞ ആളെന്തോ വിളിച്ച് സംസാരിച്ചപ്പോൾ ഞാൻ ആളോട് പറയുമ്പോൾ അതൊക്കെ വലിയ വിഷമമായിട്ടുണ്ട് ആൾക്ക്. ഞാൻ പറഞ്ഞു നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എല്ലാ കാര്യവും പറഞ്ഞാണ്. പക്ഷേ അതിലൊന്നും തന്നെ ഒരു അണുവിട പോലും ഒരു കുറ്റബോധം തോന്നിയ ഒരു വ്യക്തിയല്ല ഈ ഉമ്മ എന്ന് പറയുന്നത്. ആ പറഞ്ഞാൽ ചില സത്യങ്ങളൊക്കെ ഞാൻ പറയേണ്ടി വന്നു എന്ന രീതിയിലാണ് ആൾ കാര്യങ്ങളൊക്കെ പറയും. പക്ഷേ എനിക്ക് പണി എളുപ്പമായി. കാരണം ഞാൻ നോക്കുമ്പോൾ നമ്മൾ പറയുന്ന കാര്യം ഒരു വിശ്വാസിയും വിശ്വസിക്കുന്നില്ല. നമ്മളിതൊക്കെ ഉണ്ടാക്കി പറയണമെന്ന് പറയുന്നിടത്ത് ഉമ്മ നേരിട്ട് വന്ന് പറയായിരുന്നു, ഗർഭപാത്രം മുറിച്ച് കളയണം, പിന്നെ അവൻ ആരെങ്കിലും കൊന്നു നന്നായി എന്നൊക്കെ പറഞ്ഞപ്പോൾ നാട്ടുകാർക്ക് അത് എളുപ്പമായി. ഇതാണ് ഉണ്ടായത്. നമ്മൾ പറഞ്ഞത് സത്യമായി എന്ന് തന്നെ വന്നു. അപ്പോൾ ഇത് ഞാൻ ഇന്ത്യൻ ഭരണഘടന നമുക്ക് തരുന്ന മതാവകാശം നമുക്കിപ്പോഴും മുസ്ലിം വീടുകളിൽ ഇല്ല. അത് പറഞ്ഞാൽ എക്സ് മുസ്ലിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, ഇവിടുത്തെ സ്വതന്ത്ര ചിന്തകർക്ക് മനസ്സിലാവുന്നില്ല, കുറേ വോക്കുകൾക്ക് മനസ്സിലാവില്ല, മുസ്ലിങ്ങൾക്ക് തീരെ മനസ്സിലാവില്ല. ഇതാണ് എന്റെ വീട്ടിൽ ഞാൻ ഈ പറയുന്ന വോക്കടക്കമുള്ള വീടാണ്. ഞാൻ പറഞ്ഞില്ല, അതുകൊണ്ടാണ് ഉമ്മയൊക്കെ ഇപ്പം പോയിട്ട് ഒപ്പനൊക്കെ കളിക്കുന്നത്. എന്തായാലും അത് വലിയൊരു അനുഗ്രഹം നിങ്ങൾക്ക് അങ്ങനെ ഒരു മാറ്റം കണ്ടെത്താൻ സാധിച്ചതിൽ. അപ്പോൾ നമ്മളുടെ ഉമ്മ അങ്ങനെയൊന്നും ആയില്ല, ഖുറാനിസ്റ്റൊന്നും ആയിരുന്നില്ല, നല്ല അസൽ വിശ്വാസി തന്നെയായിരുന്നു. ഖുറാനിസ്റ്റ് ആയതും കുറച്ച് മൈൽഡാണ്, അത്രേ ഉള്ളൂ. എന്നോട് പറയുമ്പോൾ അങ്ങനെ പറയാന് എന്ന് വെച്ചാൽ നീ നമ്മളെയും കൂടി ജീവിക്കാൻ ഇതാണ്ട് അനുവദിക്കാണ്ടിരിക്കുക, അങ്ങനത്തെ ഒക്കെ ഡയലോഗ് എടുക്കും. പിന്നെ ഉപ്പ ആദ്യമായിട്ടാണ്, എനിക്കറിയില്ല വേറൊരു കാര്യം ആരിഫിന്റെ അടുത്ത് പറയേണ്ടത്, എനിക്ക് സർപ്രൈസിങ് ആയത് ഈ പറയുന്ന ആൾക്കാരൊക്കെ ആരിഫിനെ കേൾക്കുന്നുണ്ട്. അതെന്താ എന്ന് വെച്ചാല് ഇപ്പം സൗണ്ട് ലൈക്ക് ആരിഫ് എന്ന് പറയുകയാണെങ്കിൽ ചങ്ങായി കേൾക്കുന്നുണ്ടല്ലേ. അപ്പൊ എന്റെ വീട്ടിലിപ്പോ ആരിഫിനെ കുറിച്ചിട്ട് പറയുന്നതെന്ന് പറഞ്ഞിട്ട് എന്റെ ഉപ്പാന്റെ ചെവിയിൽ എത്തിച്ചു. എന്നെ കൊണ്ട് ഞാൻ കേൾക്കുന്നുണ്ട്, അതിന് ശേഷം കേൾക്കാൻ തുടങ്ങി. ഉപ്പക്കറിയോ? ഉപ്പ ഭയങ്കര പ്രഷറായിരുന്നു. എപ്പെങ്കിലും കേക്കുള്ളൂ. ഉപ്പ കുലുമാല. ഉപ്പ പറഞ്ഞ ഭയങ്കര പ്രശ്നാ, ആരിഫിനെ ഭയങ്കര ഒച്ചപ്പാടായിട്ടാണ് എന്റെ അടുത്ത് വന്ന് സംസാരിച്ചത്. ഞാൻ ഇറങ്ങിപ്പോരേ ചെയ്ത്. ഒരു ഉപ്പാനെ വിളി, നമുക്ക് സംസാരിക്കാലോ ചുമ്മാ. ഉപ്പ പണ്ട് ഇതില് ലേഖനങ്ങളെല്ലാം തിരിച്ച് മറുപടിയെല്ലാം എഴുതുന്ന ആളാ, പ്രസംഗങ്ങളും കാര്യങ്ങളും ചെയ്യുന്ന ആളാണ്. മുജാഹിദിന്റെ ജിന്ന് വന്ന സമയത്താണ് മൂപ്പർക്ക് മാറ്റം വന്നത്. പക്ഷെ അതിനോട് യോജിക്കാൻ പറ്റുന്നില്ല. ജിന്നിനെന്താ കുഴപ്പം? ഇപ്പൊ തമ്മാടി തന്നെയാണ്. നമ്മളെ ഇവിടെയുള്ള ഒരു പള്ളിയുണ്ട്, ആ പള്ളിയിൽ നിങ്ങൾ പോയി കഴിഞ്ഞാല് ഭയങ്കര പ്രശ്നമാണ്. അവര് വലിയ സ്വർഗം ബുക്ക് ചെയ്ത ആൾക്കാരെ പോലെ അടി ചെയ്യാൻ. അവിടെ ഉള്ള ഇന്നലെ പോലും ഒരു നിസ്കരിക്കാനൊക്കെ കേറിയ ആൾ അവിടെ ഷൗട്ട് ചെയ്തിട്ടാണ് പുറത്തേക്ക് വരുന്നത്. എന്നുവെച്ചാൽ അയാളോട് പോലും പെരുമാറുന്നത് നിങ്ങളെല്ലാം സെക്കൻഡ് കാറ്റഗറി, നമ്മൾ ഒന്നാം സ്ഥാനം സ്വർഗത്തില് ഒന്നാം സ്ഥാനം ബുക്ക് ചെയ്ത ആൾക്കാര്. ആ ലെവലിലെ ആറ്റിറ്റ്യൂഡ്, ആ ആറ്റിറ്റ്യൂഡിൽ ഇവനോട് സംസാരിക്കുന്നത് അത് ഇവനക്ക് പിടിച്ചില്ല. എന്നാ ഇവര് ഏത് നിസ്കരിക്കാൻ പോയാൽ തന്നെ അടി ചെയ്യുന്നത്. അല്ല ഞാൻ ചോദിക്കണത്, ഇപ്പൊ സാധാരണ പറയാറുണ്ട് നമ്മളുടെ വീഡിയോ ഒന്നും ആരും കാണൂല, നമ്മളിങ്ങനെ രൂക്ഷമായിട്ട് പറയുന്നോണ്ട് ആരും കേൾക്കൂല. അതെ, കേൾക്കൂല എന്നാണ് നമ്മുടെ കുറെ എക്സ് മുസ്ലിം ഉസ്താദുമാർ പറയണത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. മുസ്ലിം ആയ ഞാൻ കേട്ടിട്ടില്ല ആക്ച്വലി, പക്ഷെ അവര് കേട്ടിട്ടാണ് എന്നോട് അങ്ങനെ പറയുന്നത്. ശരി, അപ്പോഴാണ് നമ്മൾ അറിഞ്ഞത്. എന്നുവെച്ചാ പണ്ട് ഞാൻ കണ്ടു തുടങ്ങിയത് എനിക്ക് മനസ്സിലായി. നിങ്ങൾ ആ ജാമിദന്റെ അവരെ കൂടെ ഏതെങ്കിലും വീഡിയോയിൽ കണ്ടിട്ടുണ്ട് മുൻപ്. അപ്പൊ ഇവരെന്നെയല്ലേ എന്നുള്ള അങ്ങനെയാണ്. വേറെ ആരെയൊക്കെ അറിയാം? നമ്മളുടെ ജബ്ബാർ മാഷിനൊക്കെ അറിയോ? ജബ്ബാർ മാഷിനെല്ലാം ഞാൻ കാണുന്നുണ്ട്. പക്ഷെ ജാമിദ ടീച്ചറെ ഒരു ഒച്ച എടുത്തിട്ടുള്ള സാധനമാണ് എന്നെ കുറച്ചൊരു ധൈര്യം തന്നെ. അതല്ല ഇയാൾക്ക് അറിയുന്ന കാര്യമില്ല. വീട്ടിൽ വേറെ ആരെയൊക്കെ അറിയാം? എല്ലാരെയും അറിയാം. പക്ഷെ എനിക്ക് ഇങ്ങനെ ആരിഫിനെ ഇങ്ങനെ മാത്രം കേൾക്കുന്നുണ്ട് എന്നുള്ളതൊന്നും എനിക്കറിയില്ലായിരുന്നു. ശരി, പക്ഷെ അവര് നമ്മളെയാണ് പറഞ്ഞത്, സൗണ്ട്സ് ലൈക്ക് ആരിഫ് എന്നാണ് പറഞ്ഞത്. സൗണ്ട്സ് ലൈക്ക് ആരിഫ് എന്ന് പറയുന്നത് ഇപ്പൊ ഞാന് എന്റെ ഓഫീസിൽ നിന്ന് താഴെ പോകുമ്പോ നിസ്കരിക്കാനൊക്കെ സ്ഥിരമായിട്ട് പോകുന്ന നേരത്തെ എന്തോ ഒരു ചോദ്യം ചോദിച്ചു. ഞാൻ പറഞ്ഞു എല്ലാത്തിനും ഞാൻ അങ്ങനെ മറുപടി പറയും. അപ്പൊ എനിക്ക് അറിയുന്ന പണ്ട് അതിൽ പ്രവർത്തിച്ചുകൊണ്ട് എനിക്ക് കുറച്ചാരെ അറിയുന്നോണ്ടാണ് ഞാൻ അതിൽ പറയുന്നത്. അപ്പൊ അങ്ങനെ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഉമ്മ തള്ളി പറഞ്ഞെന്ന് പറഞ്ഞാൽ ഞാൻ അന്നേരം ചോദിച്ച ചോദ്യമാണ്. അപ്പൊ ആ ഉമ്മ ഇസ്ലാമിന് പുറത്തായില്ലേ, എന്നുവെച്ചാ ഇസ്ലാമിലുള്ള കാര്യത്തിനല്ലേ തള്ളി പറഞ്ഞത്. ഇവരത് ഭയങ്കര പൊട്ടിയിട്ട് വെളുപ്പിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോ
ഒരു ദിവസം എന്തോ പറഞ്ഞാൽ പെട്ടെന്ന് പറഞ്ഞു യു സൗണ്ട് ലൈക്ക് ആരിഫ്. നീ ആ ആരിഫിന്റെ കേട്ടിട്ടായിരിക്കും ഇതൊക്കെ പറയുന്നത്. അതന്നെ അതാ പറയുന്നത്, ആരിഫിന്റെ കേട്ടിട്ടായിരിക്കും ഇത് പറയുന്നത്. പിന്നെ ഇന്നലെ എന്റെ അടുത്ത് പറഞ്ഞ ഒരാള്, പക്ഷെ അത് കേട്ട് എനിക്ക് ശരിയായി എന്ന് പറഞ്ഞില്ല. അപ്പൊ ഇന്നലെ എന്റെ അടുത്ത് എന്താ പറഞ്ഞതെന്ന് വെച്ചാല്, നിങ്ങൾ ഇങ്ങനെ എന്തിനാ നിസ്കരിക്കാണ്ടൊക്കെ നടക്കുന്നേ, ബാക്കിയുള്ളവരെയും കൂടി നമ്മളിങ്ങനെ ഇങ്ങനത്തെ പേരെല്ലാം വെച്ചിട്ട് നിസ്കരിക്കാണ്ടൊക്കെ നടക്കുമ്പോൾ നമുക്കും കൂടി ഇതല്ലേ എന്നുള്ള പോലെ എന്നോട് മൈൽഡായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. പിന്നെ സംസാരിച്ച് ലാസ്റ്റ് RSSലെത്തി, BJPയിലെത്തി, ഇവര് ഹിന്ദു രാഷ്ട്രമാക്കൂ, നിങ്ങളെ പോലത്തെ ആൾക്കാരായിരിക്കും അതിന് കൂട്ട് നിൽക്കുന്നതെന്നെല്ലാം പോലത്തെ രീതിയിലായി സംസാരം. ഞാൻ പറഞ്ഞ അത് നീ ചിന്തിക്കുന്ന പോലെ ബാക്കിയാൾ ചിന്തിക്കുന്നത് നീ ചിന്തിക്കുന്നുണ്ടല്ലേ. പക്ഷെ അവർക്കൊരു മതരാഷ്ട്രം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റേ ഇല്ല. അവർക്ക് അങ്ങനെ ഇല്ലല്ലോ. നമ്മളെ ഇസ്ലാമിലുള്ള കാര്യമല്ലേ മതരാഷ്ട്രം കൊണ്ടുവരണം, ശരീഅത്ത് നിയമത്തിൽ എല്ലാവരെയും ഉള്ളിലേക്ക് കൊണ്ടുവരണം, അതിന്റെ ലക്ഷ്യം തന്നെ അങ്ങനെയല്ലേ. അപ്പൊ അത് അവർക്കില്ലല്ലോ. പിന്നെന്തിനാ അത് സംസാരിക്കുന്നത്? അത് നീ ചിന്തിക്കുന്ന പോലെ ഞാനും ചിന്തിക്കുന്നുണ്ട് എന്നുള്ള എന്റെ തോട്ടിൽ വരുന്ന കാര്യല്ലേ. ഉടനെ റിപ്ലൈ, ഓ ആരിഫിന്റെ എല്ലാം കേട്ടിട്ട് മാതിരി വർത്താനം പറയുന്നുണ്ട്, ഓൻ കേൾക്കുന്നുണ്ട്, അവനും കേൾക്കുന്നുണ്ട്. ശരി, എന്താ ചെയ്യാ, അവിടെ ആരിഫ് ഇവിടെ ആരിഫ്, എവിടെ നോക്കിയാലും ആരിഫ്. അതെ, അത് ഞാൻ മാത്രം അറിയാണ്ടായി പോയി എന്നുള്ളതാണ് ഞാൻ അറിയുന്നത്. എന്ന് വെച്ചാൽ എന്റെ വീട്ടിൽ ഇത്രയും ഉപ്പാക്ക് ദേഷ്യം വരണമെങ്കിൽ ഉപ്പ കേൾക്കുന്നുണ്ടല്ലോ നമ്മൾ അറിയാണ്ട്. യെസ്. അപ്പൊ എന്തായാലും ഉപ്പ നിങ്ങളൊന്നും വിഷമിക്കണ്ട, നമ്മൾ കുറച്ചുള്ള കാര്യം പറയും. ഇത് ഈ പൊക്കി അടിക്കുന്ന നടക്കണോണ്ടാണ്, അല്ലെങ്കിൽ നമ്മളിത് പറയേണ്ട ഒരു കാര്യമില്ല, ഉള്ള കാര്യം പറയാലോ. ഇത് ഈ തള്ളി മറിക്കണോണ്ടാണ് നമ്മളിത് പറയേണ്ടി വരുന്നത്. ഇപ്പോൾ നമ്മളിവിടെ കോയ കോളിംഗ് എന്ന് പറഞ്ഞു ഇവിടെ ഒരു പരിപാടി, ഈ സാധനത്തിൽ വിളിച്ചിട്ട് ഇതിനെ ഡിഫെൻഡ് ചെയ്യാൻ ഈ നമ്മളുടെ മുസ്ലിങ്ങൾ വരുന്നത് മാതിരി ഇവിടെ ഒരു കുഞ്ഞാട് കോളിംഗ് വെച്ചു, ഒരു ഹനുമാൻ കോളിംഗ് വെച്ചു. ഒരു ഹിന്ദു വിളിക്കുന്നില്ല ഇതിനെ ഡിഫെൻഡ് ചെയ്യാൻ. ഒരു ക്രിസ്ത്യാനി വിളിച്ചിട്ട് അതാണ് ഈ വ്യത്യാസം. അതുകൊണ്ടാണ് ഈ സാധനം ഇങ്ങനെ നിൽക്കുന്നത്. അതുകൊണ്ടാണ് എക്സ് മുസ്ലിം എന്ന് പറയേണ്ടി വരുന്നത് പോലും. ഒരു എക്സ് ഹിന്ദു ഇല്ല, എക്സ് ക്രിസ്ത്യാനി ഇല്ല. എന്താ ഹിന്ദുമതം വിട്ടോ എന്ന് ഒരുത്തം വീട്ടിൽ പോയി പറഞ്ഞാൽ ഇജ്ജും വിട്ടോ എന്നേ ചോദിക്കുള്ളൂ. അല്ലാതെ നീ എന്തിനാ വിട്ടത്, നീ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്, ഇങ്ങനെ ഒരാളൊന്നും പറയാൻ പോകുന്നില്ല. ഇല്ല, വേറെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം വർക്ക് ചെയ്യുന്ന സ്ഥലത്തായിക്കോട്ടെ, അവിടെ എല്ലാം ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ പള്ളിയിലൊന്നും മൂത്രിക്കാൻ പോകാൻ പറ്റില്ല. ചോദിക്കാൻ നീ അവര് വാച്ച് ചെയ്തിട്ട് എന്റെ അടുത്ത് ചോദിക്കുക, നീ മൂത്രിക്കാൻ മാത്രല്ലേ പള്ളിയിൽ പോന്നെ? അങ്ങനെ ചോദിക്കണ്ടോ? പക്ഷെ ഞാൻ എത്ര പള്ളിയിൽ ഇപ്പോഴും ഞാൻ കയറി മൂത്രമൊഴിച്ച് വരാൻ, എന്നോട് ആരും ഇതുവരെ ചോദിക്കാത്ത എന്താണാവോ? ഇത് ചോദ്യം ചെയ്യും. എന്ന് വെച്ചാല് ഇവരെ അള്ളാഹ് ഇവരെ ഏൽപ്പിച്ചിട്ടല്ലേ. അതുപോലെ മെസ്സേജ് വരെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം സൈനബുൽ ഗസാലി, ഹസനുൽ ബന്നന്റെ പുസ്തകങ്ങളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പൊ ആ വായിച്ച സമയത്ത് ഇപ്പൊ എന്റെ വീട്ടിൽ ജമാഅത്തിന്റെ ആളുള്ളതുകൊണ്ട് തന്നെ ജമാഅത്തിന്റെ ഒരു ലൈബ്രറി തന്നെ ഉണ്ട്. അപ്പൊ ഞാൻ അവര് ആ ബുക്ക് വെച്ചിട്ട് ഞാൻ പണ്ട് അത് എടുത്തിട്ട് വായിക്കും. ഒരു മിനിറ്റ്, പുസ്തകങ്ങൾ ഇപ്പോഴും ഉണ്ടോ? ഇല്ല, അതെല്ലാം പോയി. അതൊന്നും ഇപ്പൊ അവിടെ ഇല്ല. ഇപ്പൊ തറവാട്ടിലുള്ളവരെ ഞാൻ അവിടെ പോയി സ്റ്റേ ചെയ്യും. അപ്പൊ എന്റെ മാമ ഉള്ള സമയത്ത്, അപ്പൊ ആ സമയത്ത് അവിടെ ഒരു ലൈബ്രറി പോലെ, അപ്പൊ ആ വീട്ടിൽ ഇല്ല ഇപ്പൊ. അപ്പൊ ആ സമയത്ത് ഞാൻ വായിക്കുമ്പോ ഞാൻ വിചാരിക്കല് ഈ സൈനബുൽ ഗസാലിന്റെ പുസ്തകം മലയാളത്തിൽ ഇവർ ഇറക്കിയിട്ട്, അപ്പം ഞാൻ പറയുന്നത് ജമാഅത്താണ് ഇതൊക്കെ ഇറക്കിയിട്ടുള്ളത്. ഇതൊക്കെ വായിക്കുന്നത് മറ്റേ തീവ്രവാദ ഗ്രൂപ്പുകളാ. എന്നുവെച്ചാ ഇവര് പോറ്റുന്നു, ഇവര് വളർത്തുന്നു, ഇവരാണ് അതിനുള്ള സോഴ്സ് കൊടുക്കുന്നത്. എന്നുവെച്ചാ പിറ്റേന്ന് തന്നെ ഒരു വാളെടുത്തിട്ട് വെട്ടാൻ തോന്നുന്ന രീതിയിൽ, വാളെടുത്തിട്ട് നെയ്ബേഴ്സിന്റെ അടുത്ത് പോയിട്ട് അവരെല്ലാം നശിപ്പിക്കാൻ തോന്നുന്ന രീതിയിൽ നമ്മളെ അതിനുള്ള ഒരു പവർ തരുന്ന പുസ്തകങ്ങളാണ് ഇതെല്ലാം. യു സൗണ്ട് ലൈക്ക് ആരിഫ്, റൈറ്റ്? ഇങ്ങനെ അടച്ചാക്ഷേപിച്ച് പറയല്ലേ സുഹൃത്തെ, ഇതൊക്കെ ഞാൻ പറയുന്ന പുസ്തകം വായിച്ചിട്ടുണ്ടാ? എങ്ങനെ? സൈനബുൽ ഗസാലിന്റെ പുസ്തകം വായിച്ചിട്ടില്ല. നമ്മള് ഹസനുൽ ഗസാലിന്റെ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ പിറ്റേന്ന് കൊടകളെടുത്ത് ഇറങ്ങാൻ തോന്നും. അത് ശരി. അല്ല, ഞാനത് ചോദിക്കാൻ കാരണം എന്താ വെച്ചാല് നമ്മളുടെ ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമി തന്നെ പ്രിന്റ് ചെയ്ത് ഇറക്കിയിരുന്ന പല പുസ്തകങ്ങളുണ്ട്. ഇപ്പോൾ ജിഹാദ് ഫിൽ ഇസ്ലാം, അതുപോലെ ഖുതുബാത്ത്, ഈ സാധനങ്ങളൊക്കെ പലതും ഇന്ന് അവർ തിരിച്ചു വാങ്ങുന്നു എന്ന് അറിയാൻ കഴിഞ്ഞു. കുത്തുബാത്ത് അല്ല, എന്റെ കുത്തുബാത്ത് ഇതെല്ലാം എന്റെ അടുത്ത് എനിക്ക് വായിക്കാൻ വേണ്ടി വീണ്ടും കൊണ്ടുതന്ന സാധനങ്ങളാ. വീട്ടിലുണ്ടോ അത്? കുത്തുബാത്തിലുള്ള വീട്ടിലല്ലേ നമ്മൾ നിൽക്കുന്നത്. പക്ഷെ അതെല്ലാം ഇപ്പൊ ലൈബ്രറി ഇല്ല. അതാ ഞാൻ പറഞ്ഞത്. അതായത് ആ പുസ്തകങ്ങളുള്ള സ്ഥലങ്ങളിൽ നിന്ന് ജമാഅത്ത് ഇസ്ലാമി വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് അത് ആളുകളുടെ കയ്യിൽ നിന്ന് തിരിച്ചു വാങ്ങാൻ തുടങ്ങിയെന്ന് അങ്ങനെ ഒരു സാധനം കേട്ടു. നിങ്ങൾ അത് അറിഞ്ഞിരുന്നോ? അറിയില്ല, ഞാൻ ഇവരെ നടുക്ക് ഇതിന്റെ വലിയ ആൾക്കാരുടെ വീട്ടിൽ തന്നെയാണ് ഉള്ളത്. ഒന്ന് അന്വേഷിച്ചു നോക്ക്. അങ്ങനെ ഉണ്ടായിന്നാണ് ഞാൻ അറിയണത്. അങ്ങനെ ഒരു സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ പോയിട്ടുണ്ട്. പക്ഷേ ഇവര് വീട്ടിലുള്ള അവസ്ഥ നിങ്ങൾക്ക് അറിയാറ്റാ. വീട്ടിൽ ഇവര് തമ്മിൽ തന്നെ രാഷ്ട്രീയം വേണ്ടാന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട്. രാഷ്ട്രീയം
വേണം എന്ന് പറയുന്ന ആൾക്കാർ ഇവർ തമ്മിൽ തന്നെ ഫൈറ്റ് ഉണ്ട്. അത് പക്ഷെ പുറത്തറിയില്ല. അല്ല, അത് സ്വാഭാവികം, നമ്മളെ ഇന്ത്യയിലെ ഒരു പ്രത്യേകത. പക്ഷെ അപ്പർ ഹാൻഡ് എപ്പോഴും ഇതിനകത്ത് രാഷ്ട്രീയം വേണമെന്ന് പറയുന്നവരൊക്കെ കിട്ടും. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇതിപ്പോ ആരിഫ് പറഞ്ഞുകൊണ്ട് എനിക്ക് ഓർമ്മ വന്നതാ. എന്ന് വെച്ചാൽ എന്റെ ചെറുതില് ഒരു കണ്ണ് കാണാത്ത ആളുണ്ട്, ജമാഅത്തിന്റെ വലിയ പ്രവർത്തകൻ അന്നേരം നമ്മുടെ നാട്ടില്. ആ കണ്ണ് കാണാത്ത ആൾക്ക് ഒരു ബൈക്ക് അടിച്ചിട്ട് ആക്സിഡന്റ് ആയി. അയാൾ പറയുന്നത് എന്താ അറിയോ, ആക്സിഡന്റ് ആയ സമയത്ത് പറയാ എന്നെ ഗവൺമെന്റ് ആശുപത്രി കൊണ്ടുപോകരുത്. എന്നുവെച്ചാൽ ഇന്ത്യൻ ഭരണഘടനയുടെ കീഴിലുള്ള ഹോസ്പിറ്റലിൽ എന്നെ കൊണ്ടുപോകരുത്. ഞാനൊക്കെ സർപ്രൈസിങ്. എന്നിട്ട് ഞാൻ ഉപ്പാന്റെ അടുത്ത് വന്നു. ഇപ്പൊ ഉപ്പ മുജാഹിദ് ആയതുകൊണ്ട് ഇവരെ എതിർപ്പാണല്ലോ. ഉപ്പ പറഞ്ഞ അമ്മാതിരി തമ്മാടി തരല്ലാന്ന് ഇവരെ വായിന്ന് കേൾക്കാന്, മറ്റേ ജമാഅത്തിന്റെ വായിന്ന് കേൾക്കാന്. അവര് ഈ ഇതിനെ എതിർപ്പല്ലേ. അപ്പൊ അയാള് ഈ വേദന സഹിക്കുന്ന സമയത്തും പറയുന്നത് എന്താ, എന്നെ ഗവൺമെന്റ് ആശുപത്രി കൊണ്ടുപോകാൻ വേണ്ടി. എന്ന് വെച്ചാൽ മൂപ്പർ ആ എക്സ്ട്രീം ലെവലിലാ. എന്നെ ഇപ്പോഴും വോട്ട് ചെയ്യാത്ത ആൾക്കാരുണ്ടോ കുടുംബത്തിൽ? വോട്ടൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, ഇപ്പൊ അവരെന്നെ ഇറങ്ങിയില്ലേ. എന്നിട്ടും വോട്ട് ചെയ്യാത്തവരുണ്ടോ? ഇല്ലില്ല, എല്ലാരും വോട്ട് ചെയ്യും. എല്ലാരും വോട്ട് ചെയ്യും. ഞാൻ പറഞ്ഞു ഇപ്പൊ എല്ലാരും മാറി അങ്ങനത്തെ കുറെ കാര്യങ്ങളില്ല. പക്ഷെ ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ എക്സ്ട്രീം ലെവലെല്ലാം ഉണ്ട് എന്നുള്ളത്. ഇത് കണ്ണ് കാണാത്ത വ്യക്തിയാണ് അയാൾ. എല്ലാ ജമാഅത്തിന്റെ പള്ളിയിൽ എപ്പോഴും ഉണ്ടാകുന്ന ആളാ. അപ്പൊ ഈ ആക്സിഡന്റ് ആയിട്ട് വേദന സഹിക്കുമ്പോൾ അയാൾ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഗവൺമെന്റിന്റെ കീഴിൽ ഇസ്ലാമിക ഭരണഘടന അല്ലാത്ത ഭരണത്തിന്റെ കീഴിലുള്ള ഗവൺമെന്റിന്റെ ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുപോകരുത് എന്നാണ് പറയുന്നത്. വെരി ഗുഡ്, അടിപൊളി. അതേപോലെ കുറെ എക്സ്പീരിയൻസ്. ഇപ്പൊ എന്റെ അനിയൻ ബ്ലഡ് കൊടുക്കാൻ പോയി. അപ്പൊ അനിയൻ ബ്ലഡ് കൊടുക്കാൻ പോയാലോ, നീ വന്നത് നന്നായി, നമുക്ക് നമ്മളാളെ ബ്ലഡ് തന്നെ കിട്ടൂലെന്ന് എന്റെ അനിയനോട് കൈ കൊടുത്തിട്ട് അയാൾ പറഞ്ഞേ. മുസ്ലിം ബ്ലഡ് കിട്ടിയെന്ന്. എന്നിട്ട് ഓൻ പറഞ്ഞ് എനിക്ക് കൊടുക്കാണ്ട് വരാൻ തോന്നി. ആ കുട്ടിന്റെ ഉപ്പയാണ് പറയുന്നത്. അപ്പൊ കുട്ടീനെ ആലോചിച്ചിട്ട് ഓൻ കൊടുത്തിട്ട് വന്നു. ഓൻ പറയുന്ന ആ വർത്താനം പറഞ്ഞത് എനിക്ക് കൊടുക്കാണ്ട് വരാനാ തോന്നിയത്. അനിയൻ സൗണ്ട് ലൈക്ക് ഹാരിഫ്. അല്ല, അതെല്ലാം ഖുറാനിസ്റ്റ് ആണ്. അവന് സൗണ്ട് ആയോ? പക്ഷേ ഏകദേശം ഖുറാനിസ്റ്റ് എന്ന് പറയുന്നേ ഉള്ളൂ. ആരും എല്ലാവരും ഇതിന്റെ ഇമ്പോർട്ടൻസ് കുറഞ്ഞു. അത് ശരി. ഇത് തള്ളേണ്ട വന്നതിന് ആദ്യം തള്ളാൻ ഇതിനായിരിക്കും. അപ്പൊ ഇതൊരു സൗണ്ട് ലൈക്ക് ആരിഫ് കോയയാണ്. ഇപ്പൊ ഫാമിലിനെ പറയുകയാണെങ്കിൽ അങ്ങനെ പറയേണ്ടി വരും. ഫാമിലി സൗണ്ട് ലൈക്ക് ആരിഫ്. ഓക്കെ, എന്തായാലും കൊള്ളാം. നമ്മുടെ ശബ്ദം ഇപ്പം ഇങ്ങനെ പല സ്ഥലത്തും എത്തി. എന്താ ചെയ്യാം, മറ്റേ എനിക്കിപ്പോൾ ഓർമ്മ വരുന്ന മറ്റേ ബാഹുബലി സിനിമയിലുണ്ടല്ലോ, മറ്റേ ഇതിങ്ങനെ കുത്തുമ്പോൾ ആരിഫ് ആരിഫ്. അതാ പറഞ്ഞേ, കണ്ടേരം തന്നെ എനിക്ക് മനസ്സിലായിന്. പല ചങ്ങായി മാറും, ഇവരെല്ലാം ഇരുന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, ഇത് കേൾക്കുന്നുണ്ട്. എന്തായാലും സന്തോഷം ഇയാളുടെ ഈ ഒരു അനുഭവം കേൾക്കുമ്പോഴേ. ഈ ഒരു മാറ്റം ഇങ്ങനെ ഓരോ ഫാമിലി, നമ്മളെപ്പോഴും പറയാറുണ്ടോ, എല്ലാ വീട്ടിലും ഒരു എക്സ് മുസ്ലിം എങ്കിലും ഉണ്ടാവും. അത് രണ്ടാക്കാനുള്ള പണിയാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കണമെന്നാണ് നമ്മൾ പറഞ്ഞത്. പക്ഷെ പണ്ടേ ഉണ്ട്. അതെല്ലാം ഞാൻ പറഞ്ഞില്ല, എനിക്ക് കുറെ കാര്യം പറയണമെന്നുണ്ട്. എന്ന് വെച്ചാൽ ഉപ്പാക്ക് പോലും മുജാഹിദിലേക്ക് പോലും ഉപ്പ മാറിയതെപ്പാന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവിടെ ഒരു എത്തിസ്റ്റ് പ്രൊഫസർ ഉണ്ട്. അയാൾ വെള്ളം അടിച്ചിട്ട് ഉപ്പ തറാവി സ്കരിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് അയാൾ വെള്ളം അടിച്ചിട്ട് പറയുന്നത്, അന്നേരം SSLCന്റെ ചോദ്യ പേപ്പർ ലീക്ക് ആയിട്ടുണ്ട്. അപ്പൊ വെള്ളം അടിച്ചിട്ട് അങ്ങനെ കിടന്നിട്ട് അയാൾ പറയുന്നത് എന്താ പറയാ, ഇതിപ്പോ SSLCന്റെ ചോദ്യ പേപ്പർ ലീക്ക് ആയതാണോ ഇത്ര വലിയ പ്രശ്നം? അങ്ങ് ഖബറിൽ ചോദിക്കുന്ന ചോദ്യം ഇവിടെ 25 വയസ്സൊക്കെ ഫാത്തിമ ഹോസ്റ്റലിൽ കിട്ടുന്നില്ല. അത് ശരി, SSLC പരീക്ഷയേക്കാൾ വലിയ പരീക്ഷ. അതെ, തീർച്ചയായിട്ടും. അപ്പൊ അത് കേട്ടതിലാണ് മൂപ്പര് മാറിയത്. ഈ സുന്നീന് മാറി ഇതിന്റെ അർത്ഥം പഠിക്കണമല്ലോ, അർത്ഥം പഠിക്കുന്ന സാധനം നല്ലതെന്ന് വിചാരിച്ചിട്ട് മുജാഹിദിലേക്ക് വന്നേ. ഇവിടെ അതിനേക്കാളും വലിയ ജിന്നാണ്. അത് വന്നേരം വിട്ടു. പക്ഷെ ലോജിക്ക് നേരക്കാട്ട് പിന്നെ നമ്മൾ എന്താ പറയുന്നത്, ഈ പള്ളിയിൽ തന്നെ ആയതുകൊണ്ട് നമുക്കറിയാം ഇവര് ചെയ്യുന്ന കുറെ മിസ്റ്റേക്സ് അല്ല, മീൻസ് ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഉണ്ടാവില്ലേ. ഇപ്പൊ ഇവര് പറയാൻ എന്താ പറയാ, ഒരു ഹദീസ് ഓതും, എന്നിട്ട് പറയും ഈ നമ്മളാളെ തെറ്റുകൾ പുറത്ത് പറയാൻ പാടില്ല എന്നൊരു ഹദീസില്ലേ. അതെല്ലാം എനിക്ക് ഭയങ്കര ഭയങ്കര മോശമായിട്ട് തന്നെ തോന്നില്ല ആ സമയത്ത്. നമ്മളാള് ചെയ്യുന്ന തെറ്റ് പറയാൻ പാടില്ല, അത് പൊത്തി വെക്കണം എന്നാ പറയുന്നത്. അതന്നെയാണ് ഈ ജമാഅത്ത് ഇപ്പൊ ഫോളോ ചെയ്യുന്നത്. അവർ ഉള്ളിൽ പലതും ചെയ്യും. ഒരു കല്യാണത്തിനൊക്കെ എല്ലാ മാതിരിയും കാണും, പക്ഷെ പുറത്തുള്ള ഒരാളെ ചെയ്യാൻ പറ്റില്ല. ഞാൻ പറയല്, എനിക്ക് ബോധിച്ചതെല്ലാം ഹലാല്, ബാക്കിയെല്ലാം ഹറാമ്. അപ്പൊ എന്തായാലും സന്തോഷം, ഇടയ്ക്ക് വിളിക്കൂ. ഇതുപോലെ കുറെ കാര്യങ്ങൾ കേൾക്കാൻ കഴിഞ്ഞു. ജമാഅത്ത് ഇസ്ലാമിയുടെ കുറെ തനി കൊണം നമുക്ക് പറഞ്ഞു തന്നതിന് വലിയ നന്ദി. താങ്കളുടെ ആ ഒരു നില വലിയ തോതിൽ ഇമ്പ്രൂവ് ചെയ്തു, അല്ലെങ്കിൽ സമാധാനം കണ്ടെത്താൻ കഴിയുന്നു. ഉമ്മയുടെയൊക്കെ ആ മാറ്റം നിങ്ങൾക്ക് കാണാൻ കഴിയുമ്പോൾ ഉള്ള സന്തോഷം നമുക്ക് അറിയുന്നത്. നമ്മുടെ ഉമ്മയൊക്കെ അങ്ങനെ ആയിരുന്നെങ്കിൽ എന്നാണ് നമ്മൾ ആലോചിച്ച് പോയത്. സാധിച്ചില്ല. ഇന്നലെ അതുകൊണ്ട് തന്നെയാണ് ഞാൻ വിളിച്ചതും. എന്നുവെച്ചാൽ അതുവരെ വിളിക്കണം എന്ന് ഉണ്ടായിട്ടുണ്ടായില്ല. എന്നുവെച്ചാൽ എനിക്കൊന്നും കിട്ടാനും പറയാനും ഇല്ല, പക്ഷെ വിളിക്കണം തോന്നി. ഈ ഒരു സാധനം ഇങ്ങനെ പോകുന്ന സമയത്ത് ആദ്യമായിട്ട് ഞാൻ കമന്റ് ഇടാൻ തുടങ്ങി. അതിലുള്ള കമന്റ് ഒക്കെ ഇടാൻ തുടങ്ങി. ഇത് അങ്ങനെ തോന്നിയോണ്ടാ ഈ ഒരു ഇൻസിഡന്റ് കേട്ട്. കമന്റ് ഇട്ടിരുന്നു. അപ്പോ
ഞാൻ ജസ്റ്റ് ഞാൻ പറഞ്ഞില്ല അതിനൊന്നും ഞാൻ അങ്ങനെ ബോധേഡാവല്ല, കേൾക്കാൻ പോവാന്നല്ലാണ്ട്. കമന്റ് ഇടുമ്പോ നിങ്ങൾക്ക് കുറെ തെറിവിളിയൊക്കെ കേട്ട് കാണുമല്ലോ. ആരിഫിനെ ന്യായീകരിക്കാൻ നാളെ ടൈമില്ല എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഞാൻ പുറത്തായോണ്ട് തന്നെ ഇപ്പൊ എനിക്കൊരു സപ്പോർട്ട് തരുന്നില്ലായിരുന്നു. മീൻസ് ഞാൻ ഇതിൽ നിന്ന് പോയോണ്ട് തന്നെ എന്നെ ആരും അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നില്ല. അപ്പൊ എനിക്കിപ്പോ ഒരു ആധാർ കാർഡ് എടുക്കണമെങ്കിൽ പോലും എന്റെ കുട്ടികളടക്കം കൂട്ടിയിട്ട് വേണം. എന്ന് വെച്ചാൽ ഗ്രാൻഡ് പാരന്റ്സ് പോലും എനിക്ക് വീട്ടിലില്ല. അപ്പൊ ഞാൻ റെന്റ് താമസിക്കുന്ന ആയതുകൊണ്ട് അപ്പൊ അതിനുള്ളൊരു ടൈമില്ല. ഞാൻ രാത്രി വർക്ക് ചെയ്യുന്ന സമയത്താണ് കേൾക്കുക. എന്താണ് ആധാർ കാർഡ് എടുക്കാൻ എന്താണ് ചെയ്യാത്തത്? അങ്ങനെയല്ല, ഞാന് വീട്ടിൽ നിന്ന് പുറത്തായി. അപ്പം വീട്ടിൽ നിന്ന് വെച്ചാൽ എനിക്ക് താമസിക്കാൻ അങ്ങനെ വേറെ ഈ പറയുന്ന കാര്യങ്ങൾ അതിപ്പോ ഞാൻ ഇതിൽ പറയുന്നില്ല. അപ്പം അങ്ങനെ ഞാന് ഇവരുടെ അടുത്ത് ഉപ്പയും മേടിലെ കോണ്ടാക്ട് ഉണ്ടെങ്കിൽ ആ വീട്ടിലല്ല താമസം. അവിടുന്ന് ഇറങ്ങി ഞാനും വൈഫും മക്കളും നമ്മളെല്ലാം ഫോളോ ചെയ്യുന്ന ഒരേ സാധനമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ മക്കൾക്ക് അറിയില്ല എന്നുള്ളത്. അല്ലെങ്കിൽ മക്കൾ ഇത് പറയുന്ന പോലെ അള്ളയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കുമായിരുന്നു. പക്ഷെ അവർക്ക് ആ പേര് പോലും അറിയില്ല. അപ്പൊ പറഞ്ഞു വന്നത് നമുക്കിപ്പോ ഒരു ഹെൽപ്പില്ല. നമുക്കിപ്പോ നിർത്തേണ്ട സ്ഥലം ഉണ്ടാവില്ലേ? അപ്പൊ കുട്ടികളെ കുറച്ചു നേരം നമുക്ക് ആധാർ കാർഡ് എടുക്കാൻ പോകണം, ഉദാഹരണം പറയാം. അപ്പൊ നമുക്ക് നിർത്തണമെങ്കിൽ ഇപ്പൊ എന്റെ മക്കളെ അവിടെ കൊണ്ടു നിർത്തിക്കാൻ ഇവരാദ്യം ചോദിക്കാന് എങ്ങനെ എന്റെ ഉപ്പിന്നെല്ലാം നിസ്കരിക്കലുണ്ടാ, ഇതാക്കലുണ്ടാ, നോമ്പോക്കലുണ്ടാ, നോമ്പ് തിന്നലുണ്ടാ, കുട്ടികളോട് ചോദിക്കുന്നത്. എന്നുവെച്ചാൽ ഇതൊന്നും അറിയാത്ത കുട്ടികളുടെ അടുത്താണ് നമ്മളെന്തോ തെറ്റ് ചെയ്യുന്നെന്ന് പറയുന്നത് പോലെ അവരുടെ പാരന്റ്സ് എന്തോ വലിയ തെറ്റ് ചെയ്യുന്ന പോലെയാണ് അവര് ചോദിക്കുക. അപ്പൊ അത് അങ്ങനത്തെ 2-3 അനുഭവം ഉണ്ടായി. ഇത് മാത്രമല്ല വേറെ പലതും ചോദിക്കും. തട്ടയിടലുണ്ടോ, ഉമ്മ ഇതാക്കലുണ്ടോ, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളെല്ലാം ചോദിക്കും. അപ്പൊ അങ്ങനത്തെ അനുഭവം ഉണ്ടായാൽ നമുക്ക് അവിടെ കൊണ്ട് നിർത്താൻ പറ്റുന്നില്ല. സോ അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഒരു ഭയങ്കരമായിട്ട് ഓടി അടക്കേണ്ട ലെവലിലാണ് ഉണ്ടായത്. എന്ത് ചെയ്യണമെങ്കിൽ നമ്മൾ തന്നെ ചെയ്യണം. ഇത് കുറെ ആൾക്കാർ പറയാറുണ്ട് കേട്ടോ ഈ ഒരു പ്രശ്നം. നമുക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഇത് തന്നെ പറയുന്നുണ്ട് ഈ ഒരു വിഷയം. ഓക്കെ, എന്തായാലും സന്തോഷം സുഹൃത്തെ വിളിച്ചതിൽ. താങ്ക് യു. അപ്പോൾ കാര്യങ്ങളൊക്കെ കൂടുതൽ മെച്ചപ്പെടട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഓക്കെ, യെസ്. അപ്പോൾ നമ്മളുടെ ശബ്ദം വീണ്ടും ക്യാരി ചെയ്യുക, പറ്റുന്നിടത്തെല്ലാം എത്തിക്കുക, കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ നിങ്ങൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, യെസ്, സന്തോഷം. ഇതാണ് നമ്മൾ പറഞ്ഞത്. ഇവിടെ കുറേ എക്സ് മുസ്ലിം മദ്രസ ഉസ്താദുമാരുണ്ടല്ലോ, നിങ്ങളോടായി പറയാനുള്ളത്. നിങ്ങളെ പണിയെടുക്കുക, അറിയണ പണി നിങ്ങൾ എടുക്കുക. നമ്മളെ പണി നമ്മളെ വിടുക. നമ്മൾ ചെയ്യണ പണി നിങ്ങൾ ചെയ്യണമെന്ന് നമ്മൾ പറയുന്നില്ലല്ലോ. നിങ്ങൾ ചെയ്യണ പണിക്ക് ഒരു കുഴപ്പമുണ്ടെന്ന് നമ്മൾ പറയുന്നില്ലല്ലോ. നിങ്ങളെ കൊണ്ടാവണ പണി നിങ്ങൾ എടുക്കുക, നമ്മളെ കൊണ്ടാവണ പണി എടുക്കുക. നിങ്ങൾ നമ്മുടെ പിന്നാലെ നടക്കണം എന്തിനാണെന്ന് നമുക്ക് മനസ്സിലാവാത്തത്. അതങ്ങനെ പോയി അതിങ്ങനെ ചെരിഞ്ഞു വളഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഒരു ആവശ്യമില്ലാത്ത പരിപാടിയാണ്. ഇതാണ് നമുക്ക് പറയാനുള്ളത്. നിങ്ങൾ വളരെ മാന്യമായിട്ടൊരു കാര്യം പറഞ്ഞു എന്നതിൻ്റെ പേരിൽ വാടാ നമ്മൾ എലിയാക്കത്തൊരു വീഡിയോ ഇറക്കി നമുക്ക് പോയി കണ്ടു കളയാം എന്ന് പറഞ്ഞിട്ട് ഒരു മണ്ണാങ്കട്ടയും ആരും കേൾക്കാൻ വേണ്ടിയിട്ട് വരില്ല. ഓക്കെ, അത് കാണേണ്ടവർ കാണും, കാണേണ്ടാത്തവർ കാണില്ല, അത്ര തന്നെയുള്ളൂ. അതിപ്പോൾ എൻ്റെതായാലും ശരി നിങ്ങളുടേതായാലും ശരി. അല്ലാതെ നന്നായി പറഞ്ഞു എന്നതിൻ്റെ പേരിൽ ഒരു സാധനം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളെ മൊയ്സ് വൈറ്റില തേനും പാലും ഒഴുകുന്ന ഭാഷയിലാണ് പറയുന്നത്. എൻ്റെ പൊന്നു വിശ്വാസികളെ, നിങ്ങളൊന്ന് കേൾക്കൂ. ഇങ്ങനെയൊക്കെ ചിന്തിക്കാമോ? ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു പടച്ചവൻ ഉണ്ടാകുമോ എന്നൊക്കെ ചോദിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ ആരായാലും പടച്ചവനെ പിടിച്ചൊരു ഉമ്മ കൊടുക്കും. അങ്ങനത്തെ വർത്താനാണ്. എന്നിട്ട് പോലും എത്ര പേരത് കാണുന്നുണ്ട്. അങ്ങനെ ഓടി ചാടി ആരും കാണില്ല. വിമർശനം അത് ഈ കേൾക്കുന്ന ആളുകളെ സംബന്ധിച്ചോളം അത് എങ്ങനെ നിങ്ങൾ വിമർശിച്ചാലും വിമർശനം തന്നെയാണ്. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി കാണാനുള്ള ഒരു സാധ്യത വർദ്ധിക്കും. കാരണം എന്താ, ഇത് കേട്ടെങ്കിലും ഇരിക്കാലോ എന്നൊരു തോന്നൽ അവർക്ക് കമ്പയർ ചെയ്യാനൊരു സാധനം ഉള്ളതുകൊണ്ട് ഉണ്ടാകുന്നതാണ്. ഒരു റാഡിക്കൽ ഫ്ലാങ്ക് ഇഫക്റ്റ് എന്നൊക്കെ നമ്മൾ പറയും. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഞാൻ അവിടെ അങ്ങനെ പറയാനില്ല എന്നുണ്ടെങ്കിൽ അതിന് തൊട്ട് താഴെ നിൽക്കുന്ന ആളായിരിക്കും അവിടുത്തെ പ്രശ്നക്കാരൻ. എങ്ങനെ ഇപ്പോൾ പണ്ട് കോവൂര് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കോവൂര് വലിയ പ്രശ്നം. അത് കഴിഞ്ഞ് ജബ്ബാർ മാഷൊക്കെ പറയാൻ തുടങ്ങിയപ്പോൾ ജബ്ബാർ മാഷായി പ്രശ്നം. കോവൂരിനെ കണ്ടുപിടിക്കുന്നതായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ജബ്ബാർ മാഷ് പറയുന്നിടത്തുനിന്ന് പിന്നെ വേറെ ഈ ജാമിദ ടീച്ചർ വരുന്നു. അപ്പോൾ പറയുന്നു ജബ്ബാർ മാഷെ കണ്ടുപിടിക്കുന്നതായി. പിന്നെ നമ്മൾ അബ്ദുൽ ഖാദർ പുതിയങ്ങാടി പച്ചത്തെറി. ഞാനൊക്കെ വിളിച്ച് ഒരു തെറി ഉണ്ടെങ്കിൽ നിങ്ങൾ കാണിക്കുക, ഒരെണ്ണം നിങ്ങൾ കാണിക്കുക, നമ്മളൊക്കെ പണി നിർത്തി തരും. അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല. പിന്നെ മറ്റേ തൂറി അപ്പിട്ടു ഇതൊക്കെയാണ് പറയണമെങ്കിൽ ജബ്ബാർ മാഷ് ഇതൊക്കെ തന്നെയല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊന്നും വെച്ചിട്ട് നിങ്ങൾ അളക്കാൻ വരരുത് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ എപ്പോഴും കൂടുതൽ ശക്തമായിട്ടൊരു കാര്യം പറയുന്ന ഒരാൾ വന്നാൽ മാറ്റമുണ്ടാവും. ആ തൊട്ട് താഴെ പറയുന്ന ആൾ അതുവരെയും വലിയ പ്രശ്നക്കാരനായിരുന്ന അവസ്ഥയിൽ നിന്ന് മാറി നല്ല പയ്യൻ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക്. അപ്പോൾ എന്നെക്കാൾ രൂക്ഷമായിട്ടൊരാൾ പറയുന്ന ഒരു അവസ്ഥ വന്നാൽ ആരിഫിനെ കണ്ടുപിടിക്കുമെന്ന് പറയും. അതിനാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. അത് വരും. അതിനുവേണ്ടി നിങ്ങൾ കാത്തിരിക്കുക എന്ന് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇതുമാതിരി പരിപാടിയൊക്കെ ആയിട്ട് നിങ്ങൾ നടക്കുന്നതിന് പകരം നിങ്ങളെ കൊണ്ടാവണ പണി നിങ്ങൾ എടുക്കുക. അതിനാണ് നമ്മൾ പറയുന്നത്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വല്ലാത്തൊരു തൊല്ലയും മാറിയെന്ന് വേണമെങ്കിൽ പറയാം ഇവരെ കൊണ്ട്.
കാക്കമാർ അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ കണക്കാണ്. അപ്പോൾ സംഘി എന്ന് പറഞ്ഞിട്ടൊരു ബ്രാക്കറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനകത്ത് ലിയാക്കത്ത് ഉണ്ടാവും, മറ്റേ ജബ്ബാർ മാഷ് ഉണ്ടാവും, ഞാനുണ്ടാവും, ജാമിദ് ടീച്ചർ, എല്ലാവരും ഉണ്ടാവും. എല്ലാവരും സംഖ്യകളാണ്. സംഖ്യയ്ക്ക് വളം കൂട്ടുന്നു എന്ന് പറയുന്ന കൂട്ടത്തിൽ നമ്മളെല്ലാവരും ഉണ്ടാവും. അങ്ങനെ ഇരിക്കുന്ന സാധനത്തിനകത്ത് ഇതിനകത്ത് ഈ കടന്ന് പണിയെടുക്കുന്നുണ്ട്. വല്ല കാര്യം എന്താണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇതാണ് നമുക്ക് പിടികിട്ടാത്തത്. അപ്പോൾ ഇനി അത് വല്ല അസൂയ മറ്റെന്തെങ്കിലും കാരണമാണ് അതിന് വല്ല പരിഹാരം വേറെ വല്ലതും കണ്ടെത്തുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളേതായാലും നമ്മളെ വഴിക്ക് പോവുക, വിടുക, ആ വഴിക്ക് നമ്മൾ പോവും, പറയാനുള്ളത് പറയും, ചെയ്യാനുള്ളത് ചെയ്യും. അതാണ് നമ്മുടെ രീതി. അപ്പോൾ അതുകൊണ്ട് അത് മൈൻഡ് ചെയ്തില്ല എന്ന് വിചാരിച്ചിട്ട് ഇനി പിന്നെ നിങ്ങൾ നിലവിളിക്കാനൊന്നും നിൽക്കണ്ട. അത് നമ്മൾ ഇഗ്നോർ ചെയ്ത് വിടും എന്നുള്ളത് തന്നെയാണ്. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.